സുകുമാരക്കുറുപ്പിനെ അന്ന് രക്ഷിച്ചതാര്? താങ്കൾ വിചാരിച്ചോ അന്ന് വണ്ടി കൊണ്ടുവന്ന് രണ്ടുപേര് VIP-കളാന്ന് മനസ്സിലായോ? സുകുമാരക്കുറുപ്പ് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് ധരിപ്പിക്കേണ്ട കുറെ ആളുകളുടെ ആവശ്യമാണ്. ഞാൻ കണ്ടെത്തിയ തെളിവിന്റെ സോഴ്സ് പറഞ്ഞു പോയാൽ ആ കേസിന്റെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. ജീവിച്ചിരിക്കുകയാണെങ്കിൽ സുകുമാരക്കുറുപ്പ് ഇപ്പോൾ എവിടെയായിരിക്കും? ഈ നേപ്പാൾ വഴി തന്നെയാണ് കുറുപ്പ് പോണത്. ഈ പറയുന്നതിന് എന്താണ് ആധികാരികത? ടെലിവിഷൻ റേറ്റിംഗിൽ ആൽബിയുടെ ഒരു ഇമ്പാക്ട് എനിക്കിപ്പോ മനസ്സിലായി. ഈ തുടരന്വേഷണം ചിലപ്പോൾ സറണ്ടർ ചെയ്യാനുള്ള ഒരു നാടകമായിരിക്കാം. എന്ത് തോന്നിവാസം കാണിച്ചു പോയാലും ഇവിടെ ഒരുത്തരും പിടിക്കുകയെന്നുള്ള ഇന്റർനാഷണൽ ആയിട്ട് അദ്ദേഹത്തിന് പോലീസ് സംവിധാനത്തിൽ ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയത്തിൽ ബന്ധങ്ങളുണ്ട്. സുകുമാരക്കുറുപ്പിന് കുടുംബവുമായി ഇപ്പോഴും അടുത്ത ബന്ധമുണ്ടോ? വലിയ കുറ്റകൃത്യം ചെയ്യാനായിട്ട് ഒത്തുചേർന്ന് നിന്നൊരു കുടുംബമാണ്. അയാള് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നീതി കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇതുപോലത്തുള്ള പല സെയിം വരുന്നത്. 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദില ജി മാർട്ട് തമിഴ് ബൈ SK. ചാക്കോ എന്നൊരു പാവം ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിട്ട് ഒളിച്ചു നടക്കുന്ന സുകുമാരക്കുറുപ്പിനെ ഇനിയും പിടികിട്ടിയിട്ടില്ല. കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ? നമ്മൾ അന്വേഷിക്കുകയാണ്. ഈ സംവാദത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ ഇന്നലെ കണ്ടു, ഇന്ന് അതിന്റെ അവസാന ഭാഗം. ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിലെ ASI-യും റിട്ടയർഡ് SI-യുമായ CH അലി അക്ബർ, ചുടുകാട്ടിൽ നിന്നും ശവശരീരം എടുക്കാൻ സുകുമാരക്കുറുപ്പ് കൊട്ടേഷൻ കൊടുത്ത ഇറച്ചി ആൽബിൻ എന്നറിയപ്പെടുന്ന മാത്യു ആൽബിൻ, സുകുമാരക്കുറുപ്പിനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട ടാക്സി ഡ്രൈവർ ശിവദാസൻ K, സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പ്രചരിച്ച കഥകൾ അന്വേഷിച്ചുപോയ IT അധ്യാപകൻ റോമി ജെയിംസ്, ക്രൈം പത്രാധിപർ TP നന്ദകുമാർ, സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പരമ്പരയായി ബ്ലോഗുകൾ ചെയ്ത അനൂപ് ആക്ഷൻ ബ്ലോഗിലെ അനൂപ് KG, സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ അന്വേഷണം നടത്തിയ മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി, സുകുമാരക്കുറുപ്പിന്റെ ജീവിതകഥ പശ്ചാത്തലമാക്കിയ കുറുപ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ജിതിൻ K. ജോസ്, മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് K. ആന്റണി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗീത ജേക്കബ്, ഹൈക്കോടതി അഭിഭാഷകൻ ആദിത്യൻ ഏഴാപ്പള്ളി. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടായില്ലെന്ന് അറിയാല. ഞാൻ പറഞ്ഞ മരിച്ചു പോയിരുന്നു. അത് കഴിഞ്ഞപ്പോ പറയാൻ ചർച്ച നാളെ ഇവര് കണ്ടെന്ന് പറഞ്ഞ് ഒരു ചർച്ച. സുകുമാരക്കുറുപ്പിനെ കിട്ടിയാൽ ആൽബിന് വല്ലതും ദോഷം വരുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതും അറിയത്തില്ല. അങ്ങനെ വരാൻ സാധ്യത. അതായത് ആൽബി ഇപ്പൊ അനൂപ് പറഞ്ഞല്ലോ, ബ്ലോഗർ പറഞ്ഞല്ലോ, പുള്ളി ആഭ്യന്തര ഒരു ഓർഡർ കൊടുക്കാമെങ്കിൽ പുള്ളി ഞാൻ അന്നും പറഞ്ഞു, അനൂപിനോട് പറഞ്ഞല്ലോ. വെറുതെ അന്വേഷിച്ച് പോകേണ്ട. അല്ല, ആൽബി ഇത് ഏൽപ്പിച്ചാൽ ആൽബി ഏത് വഴിക്കായിരിക്കും അന്വേഷണം കൊണ്ടുപോകുന്നത്? കാര്യം ആൽബി കുറ്റകൃത്യങ്ങൾ ചെയ്ത് നല്ല ശാസ്ത്രീയമായിട്ട് ചെയ്ത് നല്ല പരിചയമുള്ള ആളാണ്. ഇയാളെ കുറുപ്പിനെ കണ്ടുപിടിക്കാനുള്ള ജോലി ആൽബി ഏൽപ്പിക്കുക പണിയല്ല. പോലീസിലുണ്ട്, പക്ഷെ എല്ലാ പോലീസുകാരെയും ഒന്നും കിട്ടത്തില്ല. എല്ലാ പോലീസുകാരെയൊന്നും കിട്ടത്തില്ല. അത് പോലീസുകാരോട് ഒരു ഒന്നാം പോലീസുകാരെ സ്വാധീനിക്കാം. അനൂപ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞാനത് അനൂപിന്റെ ബ്ലോഗ് എല്ലാം കണ്ട. അനൂപ് കറക്റ്റ് ആയിട്ട് പോയി അതിന്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഹരിദാസ് സാർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഹരിദാസ് സാർ വളരെ സത്യസന്ധനായിട്ടുള്ള നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ആയിരുന്നത് കൊണ്ടാണ് ഇത് കുറുപ്പല്ല ചാക്കോച്ചേട്ടനാ മരിച്ചതെന്നുള്ളത്. അദ്ദേഹം ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതൊരു ഉദ്യോഗസ്ഥനായിരുന്നേലും അത് സുകുമാരക്കുറുപ്പാന്ന് തന്നെ വരുവുള്ളായിരുന്നു. അദ്ദേഹം അത് ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മുടെ ഈ സുകുമാരക്കുറുപ്പിന്റെ പണമാണോ അല്ലെങ്കിൽ അയാളുടെ ജാതിപരമായ സാമുദായിക പ്രശ്നങ്ങളാണോ? എന്തായിരിക്കാം ഈ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ചില കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ പിടിച്ച് ഈ സൈഡിലോട്ട് മാറ്റിയത്? കാര്യം കേരളമല്ല, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ക്രിമിനൽ കേസല്ലേ ഇത്. കേരള പോലീസ് എന്തോ നാണക്കേടാന്ന് പറയാൻ പറയട്ടെ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ, കേരള പോലീസ് കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ അതിസമർത്ഥരാണ്. എന്റെ സംബന്ധിച്ചിടത്തോളം CBI-യേക്കാൾ സമർത്ഥരാണ്. എന്നുവെച്ചാൽ CBI-ക്ക് പോലും ചില പ്രതികളെ ഞാൻ പിടിച്ചു കൊടുത്ത ആളാണ്. കേരളത്തിലെ പ്രമാദമായ ചില കേസുകളിൽ CBI-യുടെ ജോയിന്റ് ഡയറക്ടർ ഉൾപ്പെടെ എന്റെ വീട്ടിൽ വരികയും അതിനകത്ത് ചില സൂപ്രണ്ടുകാരെ വരികയും ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രതികളെയൊക്കെ ഞാൻ പിടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ പറയുന്നെങ്കിലും 6 തവണ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് ഞാൻ. ഈ ചർച്ച 6 തവണ വധശ്രമം അല്ലല്ല, വേറെ കേസ്. അതിന്റെ വീടും വാഹനങ്ങളും എല്ലാം കത്തിച്ച് ഞാനും എന്റെ ഞാൻ നീതിയുടെ പക്ഷത്തായിരിക്കും എന്നും
എന്തറിയോ? അതിൽ ഈ 6 അറ്റംപ്റ്റ് നടന്നതിൽ ഏറ്റവും ഭീകരമായ അറ്റംപ്റ്റ് ഏതായിരുന്നു? എന്റെ വീടും എന്റെ വാഹനങ്ങളും എല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ്. ഒരു വാഹനവും 2 വാഹനം കത്തിപ്പോയി, വീടെല്ലാം പൊട്ടിത്തെറിച്ച് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. എന്തിന്റെ പേരിലായിരുന്നു? അന്ന് ഞാൻ 26,675 പാക്കറ്റ് മയക്കുമരുന്ന് പിടിച്ചു. അവരെ 4 ജില്ലയിലെ ഹോൾസെയിൽ ടീമുകൾ, അവരുടെ 300ഓളം കേസ്. എന്നെ കുറിച്ച് ആനന്ദി സാറ് വേണേ പറഞ്ഞു തരും. ഇവിടുത്തെ മാധ്യമങ്ങളെ 39 ദിവസം മാതൃഭൂമി എന്നെ കുറിച്ച് ഫീച്ചർ എഴുതിയിരുന്നു. അന്ന് എന്നെ ഒളിവിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് ഒരു മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററുടെ വീട്ടിലാണ്. 12 ദിവസം ഞാൻ അരിയാഹാരം ഇല്ലാതെ അതിനകത്ത് ഒളിവിലായിരുന്നു. ഒളിച്ചിരുന്ന ഈ പത്രക്കാർ ഒളിപ്പിച്ചോ? പത്രക്കാരെ ഔദ്യോഗിക വാഹനത്തിൽ എന്നെ കൊണ്ടുപോവുകയും അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയോട് ആ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്റെ കയ്യിലുണ്ട്, ഞങ്ങളിലുണ്ട് അലി അക്ബർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയോട് എന്റെ സർവീസ് സ്റ്റോറിയിൽ ആ കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരുപാട് വധശ്രമങ്ങൾ. ഇന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഭാര്യയും 2 മക്കളും വാവിട്ട് നിലവിളിക്കുകയാണ്, വാപ്പി ഇനി എന്തിനാ വാപ്പി പോകുന്നത്? എന്റെ അല്ല, ഇന്ന് അവർക്ക് ഭയം. പേടിക്കണ്ട കേട്ടോ, അവർക്ക് ഭയം. ഇരിക്കുന്നവർക്കെല്ലാം പ്രശ്നം. അതുപോലെ എനിക്ക് ഭയമില്ല. നന്ദകുമാർ എന്നേ ജാതകം ആൾക്കാർ ക്ലോസ് ചെയ്ത. അപ്പൊ അതുപോലെയുള്ള അത് ഞാൻ പേടിച്ചാണേ വരത്തില്ലല്ലോ. പക്ഷെ എന്റെ കുടുംബാംഗങ്ങളുടെ ഭയമാണ് പറയുന്നത്. അവരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആന്റണി സാറിനൊക്കെ എന്നെ അറിയാം. സാറിനോട് പോലും എനിക്കെതിരെ കേസെടുക്കാൻ ചോദിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ നല്ല അതൊന്ന് ചോദിക്കണം ആന്റണി സാറേ, അതൊന്ന് ഓർക്കണം. അലി അക്ബറിനെ കുറിച്ച് അക്ബറിന് ഒരുപാട് ശത്രുക്കളുണ്ട്, പോലീസിൽ പോലും ഉണ്ട്, എനിക്കറിയാം. ഇയാളെ ഞാൻ മനസ്സിലാക്കുന്ന അലി അക്ബർ എന്ന ആളെ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഡിറ്റക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ ആ പിന്നാലെ നടന്ന് ഒരു പ്രേരണയില്ലാതെ തന്നെ നടന്ന് കേസ് ഒറ്റയ്ക്ക് പോയും അതുമല്ലെങ്കിൽ 1-2 പേര് ചേർന്ന് പോയി കണ്ടുപിടിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഷ്ടപ്പാട് ഒരുപാട് സഹിക്കുന്ന ആളാണ്. ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്ന ആളുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ ലൈഫിന് നേരെ 6 തവണ അറ്റംപ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞു. പോലീസ് സംരക്ഷണം കിട്ടൂല. അന്ന് പോലീസ് സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. സാറിന് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നതാണ്. എന്റെ വീട് കത്തിച്ച കേസ് പോലും ഇപ്പൊ തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. പറഞ്ഞല്ലേ? അത് ഞാൻ പിടിച്ച 1 കോടി രൂപ വില വരുന്ന ഒരു സ്പിരിറ്റ് ലോറി, ആ സ്പിരിറ്റ് ലോറി വിടുന്നതിന് വേണ്ടി നിരവധി സമ്മർദ്ദം എന്റെ നേരെ ചെലുത്തി. ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച ഒരു ടാങ്കർ ലോറിയാ, വിടാൻ ഞാൻ തയ്യാറായില്ല. ആ സ്പിരിറ്റ് ലോറിയുടെ ടയർ ഇളക്കിയെടുത്തിട്ട് ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഇടുക്കിയിലേക്ക് മാറ്റി. അതൊക്കെ ശരി തന്നെയാണ്, ഈ പറയുന്നതൊക്കെ നടന്നിട്ടുള്ള. 210,000 ഞാൻ അടിച്ചു മാറ്റിയവനായി നമ്മള് അല്ലേ? അത് ആരാ ചെയ്തത്? ഞാനിപ്പോ പോലീസ് സേനയുടെ അന്തസ്സിന് കോട്ടം വരുന്നതുകൊണ്ട് പറയുന്നില്ല. ക്രൈം 210,000 കായംകുളം പോലീസ് ക്രൈം. പോലീസ് ഓഫീസർ ജീവനോടുണ്ടോ ഇപ്പോ? ഒരാളെ അടുത്ത സമയത്ത് മരിച്ചു, 2 പേര് മരിച്ചു. അങ്ങ് പുസ്തകത്തിൽ പേരൊക്കെ എഴുതണം. കാര്യം ഇങ്ങനെയുള്ളവർക്ക് മാന്യമായിട്ട് മുഖം കൊടുക്കുന്നതിന്. അല്ല ഞാൻ പറഞ്ഞത് സാർ, ഞാൻ പറഞ്ഞത് സാർ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ഇത് തെളിയപ്പെടാതെ ഇങ്ങനെയൊക്കെ കിടക്കുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് പോലീസ് കുറ്റാന്വേഷണം തെളിയിക്കാൻ സമർത്ഥരാണ്, അതോടൊപ്പം ചില പോലീസ് ഉദ്യോഗസ്ഥർ സമർത്ഥമായി അട്ടിമറിക്കാനും വിദഗ്ധരാണ്. അതാണ് പ്രശ്നം. ഈ കേസിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ആദ്യഘട്ടം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കേസിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ കേസിൽ ഇടപെടൽ വരാൻ ഇതിനകത്ത് ഈ പറഞ്ഞ സുകുമാരക്കുറുപ്പിനെ മരിക്കണമെന്നുള്ളതും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ സന്യാസിയായി അലഞ്ഞു തിരിയുന്നുണ്ടെന്നും അവിടെ പോയി മരിച്ചു എന്നും ഒക്കെ പറയേണ്ട കഥ ആർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്? സുകുമാരക്കുറുപ്പിനും അയാളുടെ ബന്ധുക്കൾക്കുമാണ് ആ കഥ കൊണ്ട് ഗുണമുള്ളത്. ഇവിടെ പബ്ലിക്കിനില്ല, ചാക്കോയ്ക്കില്ല, ചാക്കോയുടെ കുടുംബത്തിനില്ല. അപ്പം അതിനുവേണ്ടി പ്ലാൻഡ് ആയിട്ട് PR വർക്ക് നടത്തി. നമ്മളൊക്കെ ഇപ്പോഴാണ് PR വർക്ക് കാണുന്നത്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് ഉമക്കത്തോ അല്ലെങ്കിൽ പേര് വെച്ച കത്തോ ആരെങ്കിലും അതിന് സാഹചര്യം സൃഷ്ടിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ സുകുമാരക്കുറുപ്പ് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് ധരിപ്പിക്കേണ്ട കുറേ ആളുകളുടെ ആവശ്യമാണ്. അപ്പോൾ അന്വേഷണം പുറത്തേക്ക് പോകരുത്. അപ്പോൾ അയാൾ വിദേശത്തുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ശിവദാസൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കുമ്പോൾ പൊന്നപ്പനും ഈ പറഞ്ഞ സുകുമാരക്കുറുപ്പാണ് ഉള്ളത്. അവർ ചെന്നൈയിൽ നിന്ന് നേപ്പാളിന് പോയി എന്നാണ് പൊന്നപ്പൻ പിന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് നേപ്പാളിന് പോകുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നേപ്പാളിന് പോകുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ 84 കാലഘട്ടത്തിലേക്ക് നമുക്കറിയാം. അത് കഴിഞ്ഞ് ഈ 2-3 പാസ്പോർട്ടുള്ള ആളുകളെ ഉള്ളൂ. ഒരു വീടിന്റെ അഡ്രസ്സോ വാടക വീടിന്റെ അഡ്രസ്സോ കൊടുത്താൽ അന്ന് പാസ്പോർട്ട് കിട്ടും. ഇന്നത്തെ പോലെയുള്ള സിസ്റ്റങ്ങളൊന്നും ഇല്ല. അത് കൊടുത്തു ഫോട്ടോ ഏതാണോ നോക്കുന്നു, അവർ കയറ്റി വിടുന്നു. ആ നേപ്പാളിൽ നിന്ന് ഫ്ലൈറ്റിന് നേരെ ഏത് രാജ്യത്തേക്കും പോകാം. വേണമെന്നുണ്ടെങ്കിൽ മലേഷ്യയിലേക്കോ തായ്ലൻഡിലേക്കോ ശ്രീലങ്കയ്ക്കോ ഒക്കെ പോകാം അവിടെ നിന്നുള്ള ഫ്ലൈറ്റിൽ.
അതല്ലെങ്കിൽ ദുബായ്ക്ക് പോവാം, അവിടുന്ന് വേറെ എവിടെ വേണേലും പോവാം. ഒരു പാസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നതൊന്നും അന്നത്തെ കാലത്ത് ഒരു പ്രശ്നമേ അല്ല. അതെല്ലാം കണക്ക് കൂട്ടി ആ രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകത്തിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യം ബോഡി തപ്പി നടന്നു കിട്ടാഞ്ഞുകൊണ്ട് വഴിയെ പോയ ഈ പറഞ്ഞ ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ നിരപരാധിയെ പിടിച്ച് അതിലെ കഴുത്ത് മുറുക്കി കൊന്നു, എന്നിട്ട് അതിൽ തീ കത്തിച്ചു ഇട്ടു. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അപ്പോഴത്തേക്ക് അയാൾ മൊത്തം അറേഞ്ച്മെന്റ്സ് അവിടെ നടത്തിയിട്ടുണ്ട് ഇയാൾക്ക് രക്ഷപ്പെടാനായിട്ട്. കാരണം നിലവിൽ നിയമത്തിന്റെ ദൃഷ്ടിയിലും പബ്ലിക്കിലും അയാൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല, അയാൾ പോവുകയാണ്. അപ്പം ഒളിവ് സങ്കേതം ആദ്യമേ കരുതിയിട്ടും കണ്ടിട്ടുമാണ്. കാരണം ഇപ്പം ആനന്ദ് കൊച്ചുകൂടി അനുഭവം പറഞ്ഞ് അതിൻ്റെ ബാക്കി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ക്ലോസ് റിലേറ്റീവ്സിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരം കൃത്യമായി കേരള പോലീസിന് ഇന്നിപ്പോൾ സംവിധാനങ്ങളുണ്ട് അതിൻ്റെ എല്ലാം. അയാൾ കുടുംബമായിട്ടും വീടുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇയാൾ മരിച്ചെങ്കിൽ ആദ്യം അത് പോലീസിനെയോ നാട്ടുകാരെയോ പബ്ലിക്കിനെയോ അറിയിക്കേണ്ടത് കുടുംബമാണ്. അവരെ അറിയിച്ചിട്ടില്ല. അവരെ ശല്യം അല്ലെങ്കിൽ ഈ വിഷയം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അവരോ അയാളുടെ അടുത്ത ബന്ധുക്കളോ ആണ് ആദ്യമേ അറിയിക്കുന്നത്. നമ്മളെ അങ്ങനെ സംഭവമില്ല. പിന്നെ ജീവിച്ചിരുന്ന ഒരാൾ മരിച്ചു എന്ന് ചുമ്മാ പറയാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും തെളിവ് വേണം. ഒന്നിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് വേണം, അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആരെങ്കിലും കണ്ടത് വേണം, ഇങ്ങനെ അല്ലെങ്കിൽ FIR വേണം, ഏതെങ്കിലും രേഖ വേണം. ഒന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വേണം. ഒന്നുകിൽ അതല്ല, ഇത് മരിച്ചു, ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചു എന്ന് പറയാൻ തെളിവ് വേണം. അതേസമയം ജീവിച്ചിരിക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയാൻ അയാൾ ജീവിച്ചിരുന്നത് തന്നെയാണ് തെളിവ്. ജീവിച്ചിരിപ്പുണ്ട്. സാറ് പറഞ്ഞതാണ് എൻ്റെ ഒരു റിപ്പോർട്ടിലായിട്ട് പറഞ്ഞത്. ഞാൻ ഈ കുടുംബങ്ങളെ എല്ലാം വിശകലനം ചെയ്യുന്നതിൽ നിന്നും അവരുടെ കുടുംബത്തിന്റെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. മരിച്ചിരുന്നെങ്കിൽ ആദ്യം അവർ തന്നെ രംഗത്ത് വരും. ഞങ്ങളുടെ ഒരാൾ പ്രശ്നം. ആ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സുകുമാരക്കുറുപ്പിന്റെ പേരിലുള്ള വസ്തുവകളൊക്കെ അവരുടെ പിൻഗാമി ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ പായിച്ചെടുക്കാം. പറഞ്ഞില്ലേ? അപ്പൊ മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. അവരാരും പോകുന്നില്ല. അങ്ങനെ ഈ പോലീസ് മരിച്ചു എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ വിശ്വസിച്ചിട്ടില്ലല്ലോ. അവരുടെ കുടുംബം പോലും വിശ്വസിച്ചില്ല മരിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറയുന്നത് ഇയാള് ഇങ്ങനെ കുറുപ്പ് പോലീസുകാരെ അന്വേഷിച്ചെടുക്കുന്ന മനുഷ്യനാണെങ്കിലേ റോഡെ കൂടെ വല്ല പ്രാർത്ഥനയായിട്ട് കിടന്നിട്ട് ഏത് ആശ്രമങ്ങളിലും വെച്ച് മരിച്ചെന്ന ഈ പറഞ്ഞ പോലെ ശരിയാവോ? അഡ്രസ്സും പേരില്ല. ധർമ്മക്കാരനായിട്ട് നടന്ന ആരെങ്കിലും ആശ്രമത്തിൽ താമസിച്ച് അവിടെ കിടന്ന് മരിച്ചാൽ ഈ പറയുന്നത് ശരിയാവുമോ? എനിക്കതാ പറയാനുള്ളത്. ഒരിക്കൽ പോലും സുകുമാരക്കുറുപ്പിന്റെ ജീവിത സാഹചര്യം വെച്ച് അയാൾ ഭ്രാന്തനായും സന്യാസിയായും ഒന്നും കഴിയത്തില്ല. ബന്ധുബലം ഭയങ്കരമാണ് അയാൾക്ക്. ഈ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും നല്ല ബന്ധുബലമുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ വിദേശത്തുള്ള പോലെ തന്നെ അയാൾക്ക് ഈ നാട്ടിലും നല്ല ബന്ധുബലമുണ്ട്. എവിടുന്ന് സഹായം കിട്ടും? മക്കളുടെ കല്യാണത്തിന് വന്നു എന്ന് പറയുന്ന കാര്യം പോലീസ് പരിശോധിച്ചു. കല്യാണത്തിന് വന്നിട്ടുണ്ട്. അല്ല സാറേ, അത് തെറ്റാ. 2017 കല്യാണത്തിന് വന്നിട്ടുണ്ടെന്നല്ല. 2017 നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ സംഭവത്തിന് ശേഷം അയാള് കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്നാണ്. സാറിന് അയാൾ അത്രയും ധൈര്യപ്പെടുവോ കേരളത്തിൽ വരാൻ? അതാണ് എന്റെ. അയാൾക്ക് എന്തിനാ ധൈര്യപ്പെടണം? അയാൾ അങ്ങനെ അയാളെ പിടിക്കപ്പെട്ട അന്നേരം രക്ഷിച്ചു വിടാൻ സംവിധാനം അന്ന് എവിടെ അറസ്റ്റ് ഉണ്ടാവുമോ ഉറപ്പാകുന്നു ആ സ്ഥലത്തുനിന്ന് ഒഴിവാക്കി വിടാനുള്ള സംവിധാനം അന്ന് ഉണ്ടായിരുന്നു. പിന്നെ CBI എൻക്വയറി പറഞ്ഞല്ലോ. കവിയൂർ കേസ് ഞാൻ ഫൈറ്റ് ചെയ്തുള്ളതാണ് CBI കൊണ്ടിട്ട്. അവസാനം എന്താണ്ട് അച്ഛൻ മോളെ പീഡിപ്പിച്ചു കഥ ഉണ്ടാക്കി. എന്നിട്ട് എന്നെ ജയിലിൽ വെച്ചിട്ട് ലതാ നായരെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു. CBI അന്വേഷണ ദിവസം പറഞ്ഞു ധൈര്യമായി പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ജയിലിൽ പോയി. അവർ പറഞ്ഞത് എല്ലാം തുറന്നു പറയാന്നാ പറഞ്ഞത്. ആര്? ലതാ നായർ. അപ്പൊ അവരുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം പറഞ്ഞോട് കാര്യമില്ല, ലീഗലി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലെറ്റർ അയക്കുക, അല്ലെങ്കിൽ കോടതിയിൽ നിങ്ങൾ ലെറ്റർ കൊടുക്കാന്ന് പറഞ്ഞു. എന്താ ഉണ്ടായതറിയോ? അടുത്ത CBI റിപ്പോർട്ടിൽ നന്ദകുമാർ ജയിലിൽ പോയി. എന്നിട്ട് ലതാ നായരെ സ്വാധീനിച്ച് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കൊടുക്കാൻ വേണ്ടി വാഗ്ദാനം ചെയ്തു. പലരുടെയും പേര് പറയാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തു. ആര്? CBI. അവസാനം ഞാൻ രക്ഷപ്പെട്ടത് എങ്ങനെയാ വെച്ചാൽ, ഞാൻ അവിടെ പോയപ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. അത് ആർക്കും അറിയില്ല. ജയിലിൽ പോയി റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഞാനത് ഹാജരാക്കി കോടതിയിൽ. CBI അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന കഥ ഉണ്ടാക്കി കവിയൂർ കേസിൽ. എന്നിട്ട് ശരിയായ ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ആളുകളെ രക്ഷപ്പെടുത്തിയത്. ഇപ്പൊ CBI എന്ന് പറയുന്നത്
പക്ഷേ CBI അന്വേഷിച്ച് കണ്ടെത്തിയ കേസുകളെ നമ്മൾ നിരാകരിക്കാൻ പാടില്ല. ഇപ്പോൾ അഭയ കേസ് ഉണ്ടായിരിക്കാം. അതിനുശേഷം ഏത് കേസ് കേസുകളൊക്കെ ഉണ്ടല്ലോ അവര്. മലബാർ സിറ്റിലെ കേസൊക്കെ അട്ടിമറിക്കല്ലേ ഇത്? ഈ CBI എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഗുരുസ്ഥാനീയരായിട്ടുള്ള കുറെ കോൺഗ്രസ്സുകാരെ ഇദ്ദേഹത്തെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ വക്കീലായിരുന്ന മഹേശ്വരൻ പിള്ള, തുളസീധര കുറുപ്പ്, നളന്ദ ഗോപാലകൃഷ്ണൻ, ഇവരൊക്കെ കോൺഗ്രസ്സുകാർ അന്നത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ അനന്ത ഞാനിത് കാണുന്നത് ഒരു പ്രകൃതി നിയമം പോലെ. കാര്യം ഈ കുറുപ്പിനെ തെളിവിലോ ഒളിവിലോ ഒക്കെ നിർത്താൻ കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ പ്രകൃതി ആവശ്യപ്പെടുന്ന ഈ മനുഷ്യൻ ഒരിക്കൽ രംഗത്ത് വന്നേ പറ്റൂ. രാമേന്ദ്രൻ നായരുടെ കഥ അല്ല, ഇയാൾക്ക് കാരണം ഈ വർഗീസ് കൊലപാതകം രാമേന്ദ്രൻ നായരാണ് ചെയ്തതെന്നുള്ളത് ഒരാളും ഇല്ലാഞ്ഞിട്ട് അയാൾ എന്നെ വെളിപ്പെടുത്തി. ഈ തുടരന്വേഷണം ചിലപ്പോൾ സറണ്ടർ ചെയ്യാനുള്ള ഒരു നാടകമായിരിക്കാം. അതും എനിക്ക് തോന്നുന്നു അയാൾക്ക് നല്ലൊരു അവസരം നമ്മുടെ ഫ്ലോറിൽ വന്ന് സറണ്ടർ ചെയ്യാൻ. സാറേ, അതെ അതെ ഞാൻ ഇനി മിണ്ടിയല്ല, ഒരു വാക്ക് പറഞ്ഞോട്ടെ. മിണ്ടത്തില്ല ഞാൻ. അല്ല ആൽബി മിണ്ടിക്കൂ. അല്ല, ഞാൻ മിണ്ട- ഇവിടെ കുറുപ്പിന് വേണ്ടി വാദിക്കാൻ കുറുപ്പല്ലാതെ ആൽബി മാത്രമേ ഉള്ളൂ. വാദിക്കല്ല. ഞാൻ പറയുന്ന ഇപ്പോൾ ചെന്നിത്തലയാ ആഭ്യന്തരമന്ത്രി. അതെ, പുള്ളി ഏത് കേസും പിടിക്കും. അതിനുള്ള കഴിവുണ്ട്. ഈ കേസിനെ പറ്റി ഒരുപാട് അറിയാവുന്ന. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ ആൽബി ഒന്ന് നമ്മുടെ ഹോം മിനിസ്റ്റർ ഒന്ന് ഫോൺ ചെയ്യണം. എനിക്കറിയാമല്ലോ. അതല്ലെന്നേ, പരിചയപ്പെടാൻ വേണ്ടിയല്ല, ഈ കേസ് അന്വേഷിക്കണം. ഞാൻ നമ്മുടെ പറയുന്നില്ല, കേരളത്തിലെ ക്രൈംബ്രാഞ്ച് തന്നെ ഈ കേസ് അല്ലാതെ തന്നെ അന്വേഷിക്കും. അന്വേഷിക്കും. ഗൗരവമായ ഉറപ്പാണ്. ആൽബി ആഭ്യന്തരമന്ത്രി മോശമാണല്ലോ. പഴയ ആരോഗ്യം ഇപ്പോഴും ഉണ്ട്. റെഡി. ഓക്കെ. ഈ സമയത്ത് ഈ ചർച്ച കാണുന്ന രണ്ടുപേര് ഹൃദയം പൊട്ടി ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും. ചാക്കോയുടെ ഭാര്യ ശാന്തമ ചേച്ചി, മകൻ ജിതിനും. അവരുടെ അവസ്ഥ എങ്ങനെ ഇപ്പോൾ? അവര് മറ്റേ പൊന്നപ്പന്റെ മറ്റേ ഇയാളെ വരുന്ന മറ്റേ ഭാസ്കരമുള്ള ഭാര്യയും കാര്യം അവരൊക്കെ കൂടിയാണുള്ള ഈ കുളിമൂറിലോട്ട് കൊണ്ടുപോകണം കത്തിയിട്ടുള്ള സാധനം തല കത്തിച്ച ഭാസ്കരമുള്ള ഭാര്യ ഇൻവോൾവ് ആയിരുന്നു അല്ലേ? അതെ. ഞാന് ഈ രണ്ടുപേരുടെ കാര്യം പറയുന്നത്, രണ്ടുപേരുടെ വിഷമം എന്ന് പറയുന്നത് അത് നമ്മള് ഈ ലോകം മുഴുവൻ അറിഞ്ഞ വിഷമമാണ്. അവർക്കാണ് നഷ്ടം വന്നത്, വേറെ ആർക്കും നഷ്ടം വന്നിട്ടില്ല, നമുക്ക് ആർക്കും നഷ്ടം വന്നിട്ടില്ല. പക്ഷെ രണ്ടുപേര് ഇന്നും ഉരുകിയ ജീവിക്കുന്ന, മെഴുകുതിരി പോലെ ഉരുകിയ 42 വർഷമായിട്ട്. ഈ ചാക്കോയുടെ ഭാര്യയോട് സംസാരിച്ചായിരുന്നു? കണ്ടിട്ടുണ്ട് ഞാൻ. ഞാൻ സംസാരിച്ചിട്ട് അവരെന്താ പറയുന്നത്? ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാ ചേച്ചി ഈ ഭാസ്കര പിള്ളേനൊക്കെ ക്ഷമിച്ചതെന്ന് വെച്ചു. അവനെ പോലെ ചൂലിനിട്ടടിച്ച് ഓടിക്കണ്ടേ? ചേച്ചി പറഞ്ഞു, മോനെ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞു കൈ കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ വന്നു. ഏതോ പള്ളിയച്ഛൻ. അച്ഛൻ എന്തോ അങ്ങനെ തോന്നാൻ കാര്യം? അത് എന്താ പറയാ, ധ്യാനത്തിന്റെ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. 2018 അതിനുശേഷം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ ജിതിൻ എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഇപ്പൊ ഒരു 2 വീലർ ഷോറൂമില്, 2 വീലറല്ലേ ഇപ്പൊ ഹോണ്ടയുടെ കാറിന്റെ ഷോറൂം ആലപ്പുഴ ഗസ്റ്റ് ഹൗസിന് എതിർവശത്ത് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജിതിന് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് ഈ അദ്ദേഹം ചാക്കോ കൊല്ലപ്പെടുന്നത്. ജിതിന് ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ പിതാവിനെ കണ്ടിട്ടില്ല. ഈ ചാക്കോയെ കാണാൻ പറ്റിയിട്ടില്ല ജിതിന്. പക്ഷെ ഇതില് നീതി കിട്ടേണ്ടത് അവര് തന്നെയാണ്. അവർക്ക് ഈ പരിപാടിക്ക് വിളിച്ചപ്പോ ജിതിൻ പറഞ്ഞെന്ന് വെച്ചാല്, ചേട്ടാ ഈ പറഞ്ഞ എന്റെ അച്ഛൻ മരിച്ചുപോയി. വളരെ ദയനീയമായ അവസ്ഥ ചാക്കോച്ചന്റെ കുടുംബത്തിൽ. വളരെ കഷ്ടപ്പെട്ടാണ് ആ അമ്മ ജിതിനെ വളർത്തിയത്. അപ്പൊ ഞാൻ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ക്രൈംബ്രാഞ്ചിലെ ആരായിക്കോട്ടെ എത്രയും പിടിയുന്ന കുറുപ്പിനെ കണ്ടെത്തണം. കുറുപ്പ് മരിച്ചിട്ടില്ല. അപ്പൊ ഈ പരിപാടി പുള്ളിക്ക് ഇത് പറഞ്ഞു മടുത്തില്ല. ഇപ്പൊ രത്നമ്മ വന്ന് 5 വർഷം കഴിയുമ്പോ ശാന്തമ്മ വരും, പിന്നെ അത് കഴിയുമ്പോ ഗോപാലകൃഷ്ണൻ വരും, കുറുപ്പിന്റെ ബോട്ടി കയറ്റിയ ഡ്രൈവർ വരും. അപ്പൊ അങ്ങനെ പല ആൾക്കാരും ഈ കഥയിൽ വരും. അതുകൊണ്ട് പുള്ളിക്കും അടുത്ത് സംഭവം പറഞ്ഞു. നിയമം നടപ്പാകുകയെന്ന് കണ്ട ആ കുടുംബം ആശ്വസിച്ചത് എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾക്ക് പോകാനുള്ളത് പോയി, ഇനിയും ഞങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നത് ഇപ്പോഴും ആ കുടുംബം പറയുന്നത്. വളരെ ദയനീയമായ. കാരണം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമ സംവിധാനത്തോട് അവർക്ക് താല്പര്യമേ ഇല്ല, അവർക്കൊരു വിശ്വാസം ഇല്ല ഇത് പിടിക്കുമെന്നുള്ളത്. അത് എന്നോട് പറഞ്ഞതാ. അവരുടെ അനിയന്മാർ, അദ്ദേഹത്തിന്റെ ചാക്കോച്ചേട്ടന്റെ അനിയന്മാർ എന്നോട് പറഞ്ഞ നിയമ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായി. കാരണം എന്നാന്ന് വെച്ചാൽ പിടിക്കുമെന്ന് ഇനി ഒരു പ്രതീക്ഷയില്ല. ആ വേദന എന്നാന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നിരാശയും കൂടെ. നമ്മുടെ ഇത്രയും നിയമ സംവിധാനങ്ങളുള്ള ഒരു നാട്ടിലാണ് ഇത് നടന്നത്. 42 വർഷമായിട്ട് കൊടുക്കുന്ന മെസ്സേജ് എന്താ? 42 വർഷമായിട്ട് കൊടുക്കുന്ന മെസ്സേജ് എന്താ? എന്ത് തോന്നിവാസം കാണിച്ചു പോയാലും ഇവിടെ ഒരുത്തരും പിടിക്കുകയെന്നുള്ള. അതുകൊണ്ടാണ് പറഞ്ഞ സരസമ്മന നിങ്ങൾ ഇത് ചെയ്യുന്നേ. സൈക്കോളജി മൊത്തം കൈവിട്ടു പോയി. സരസമ്മനെ പിടിക്കാണ്ട് ഇവിടെ ചർച്ച ഇതിനകത്ത് എത്രയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, അയാള് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അത്രതൊക്കെ ബാക്കപ്പ് ഫാമിലിയിലും ഉണ്ട്. ഇനിയിപ്പോ അയാൾക്ക് നമുക്ക് അറിയേണ്ട കാര്യം, ഇയാൾ സത്യത്തിൽ മരിച്ചോ അല്ല ജീവിച്ചിരിപ്പുണ്ടോ? സാറ് പറഞ്ഞ പോലെ അതൊരു എവിഡൻസ് കിട്ടി കഴിഞ്ഞാൽ ഈ സംഭവം ക്ലോസ് ആകുമല്ലോ. പക്ഷേ ഐ ഫുള്ളി അഗ്രി വിത്ത് ദ ചാനൽ പേഴ്സൺ. അത് അനൂപ് പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു അനാസ്ഥ നിൽക്കുന്നുണ്ടല്ലോ.
ഒരു പ്രോപ്പർ എൻക്വയറി നടക്കാനുള്ള ഒരു അനുവാദം കിട്ടിയിട്ടില്ല. ഐ ഫുള്ളി എഗ്രി ടു യുവർ പോയിന്റ്. നമ്മുടെ പോലീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആ. ഇതല്ല, ഇതിനപ്പുറത്തെ കേസ് കണ്ടുപിടിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ പറഞ്ഞ പോലെ അവർക്കൊരു തടസ്സം വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഷുഡ് ബി പ്രോപ്പർ ഓർഡർ ആൻഡ് സപ്പോർട്ട് അല്ലേ? അത് ഈ കേസിൽ ഇടപെടലുണ്ടായി. എന്നോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ്, ഞങ്ങളുടെ മേലധികാരി ഞങ്ങളോട് പറയണ്ട ഇതുകൊണ്ട് എല്ലാം ചിരിച്ചു വിടണമെന്ന് പറഞ്ഞു. കുറുപ്പ ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞു. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കേരള പോലീസിന് മിടുക്കന്മാരായ പോലീസുകാർ ഇപ്പോഴും എനിക്കറിയുന്നുണ്ട്. അവർ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഉന്നത പോലീസുകാരെ വല്ലതും മിണ്ടണ്ടേ? ഈ DSP, DCP, IG പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അവർ മിണ്ടാണ്ടിരുന്ന എന്താ കാര്യം ചോദിക്കണം. ഇത്രയും ലോകത്തെ ഏറ്റവും നമ്പർ 1 പോലീസിംഗ് കേരളത്തിലെ പോലീസ്. പക്ഷേ ഇപ്പൊ ഈ നാട്ടിൽ തന്നെയാണ് 42 വർഷമായിട്ട് ഒരാളെ തപ്പി നടക്കുന്നത്. കേരളത്തിന് താങ്കൾ വിചാരിച്ചോ അന്ന് വണ്ടി കൊണ്ടുവന്ന് 2 പേര് VIP-കളാന്ന് മനസ്സിലായോ? TV ഒന്നും കാണത്തുമില്ല, ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. ഇതൊക്കെ അറിഞ്ഞായിരുന്നു? ഈ കേസ് ഇത്രയും മാരകമായെന്നുള്ളത് അറിഞ്ഞായിരുന്നു? പോലീസ് ചോദ്യം ചെയ്യപ്പെടില്ലേ? അറിഞ്ഞേ? അല്ലാതെ അറിഞ്ഞോ? എന്തുവായിരുന്നു പോലീസ് അന്ന് ചോദിച്ചത്? അങ്ങോട്ട് കൊണ്ടുവിട്ടോന്ന് ചോദിച്ചു. കൊണ്ടുവിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഫോട്ടോ എന്നെ എടുത്ത് കാണിച്ചു. ഈ ആളുകളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു ഇത് സുകുമാരക്കുറുപ്പും പൊന്നപ്പനും ആയിരുന്നെന്ന് അവര് പറഞ്ഞു. എന്നാ ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഇപ്പൊ ഇവരെല്ലാവരും പറയുന്നത്, നമ്മുടെ ആൽബി ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും അഭിപ്രായം കുറുപ്പ് എവിടെയോ വിലസി ജീവിക്കാന്നാ. അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഈ ടാക്സിയിൽ പിന്നെയും വന്ന് കയറാൻ ഒരാളുണ്ടാവുമോ? ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും വണ്ടി ഓടിക്കുന്നില്ലേ? ഉണ്ട്. അതേ വണ്ടി തന്നെയാണോ അന്നത്തെ? അതൊക്കെ പോയി 47 വർഷമായില്ലേ. വിശ്വസിക്കുന്നുണ്ടോ കുറുപ്പ് ജീവിച്ചിരിക്കുന്നു? ഇപ്പൊ ഇത്രയായപ്പം ഇങ്ങനെ സംശയം നമുക്കുണ്ട്. ചിലപ്പോ ആന്റണി സാറേ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ കേസ് തുടരന്വേഷണം ഉണ്ടാകും. ഒരു മീഡിയ സമ്മർദ്ദം ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നടത്തും. തീർച്ചയായിട്ടും. അതിലിപ്പോ ഒരാളെ സമർത്ഥയായ ഒരു വനിതാ IG ഏൽപ്പിച്ചിട്ടുണ്ട്. അലി അക്ബറിന്റെ റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കുക, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. തുടരന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ കേസ് തെളിവിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ആധുനിക സംവിധാനം വെച്ച് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബന്ധുക്കളെ മാത്രം ഫോക്കസ് ചെയ്ത് അന്വേഷിച്ചാല് അയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അയാളെ ലൊക്കേറ്റ് ചെയ്യും കൊണ്ടുവരാനും പറ്റും. അയാൾ മരിച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും കരുതുന്നില്ല. അയാൾ മരിക്കേണ്ടത് മറ്റു പലരുടെ ആവശ്യമാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അത് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം അവിടെ നിന്നു. പിന്നെ അയാളെ തേടണ്ട. അയാൾ അന്ന് കുറ്റം സംബന്ധിച്ച് വന്നായിരുന്നെ 12 വർഷം ജയിലിൽ കിടന്നാൽ മതിയായിരുന്നു. ഒരു ജീവപര്യന്തം അങ്ങേറ്റം ഡയറക്റ്റ് എവിടെ മരിക്കേണ്ടി വരും. അങ്ങ് 30 വർഷം ലാഭമായിരുന്നു. ഇപ്പൊ 42 വർഷമായി അയാള് നടക്കുകയാണ്. അപ്പൊ അയാള് അലഞ്ഞിരിഞ്ഞ് നടക്കൊന്നുമല്ല. അയാള് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് കഴിയുകയാണ്. അതാണ് അതിനകത്തുള്ളത്. ജിമ്മിൽ പോകണമെന്ന് സുകുമാരക്കുറുപ്പ് ആര് പറഞ്ഞു? ഒരു ഞാൻ എന്റെ അന്വേഷണത്തിൽ പറഞ്ഞ സുകുമാരക്കുറുപ്പ് ദോഹയിൽ അല്ലല്ല കാര്യം പറഞ്ഞ ജിമ്മിലൊക്കെ പോയി നല്ല അടിപൊളിയിരിക്കണം. ഒറ്റ കാര്യം, ഒരു കാര്യം, ഈ തുടരന്വേഷണം നടത്തുകയാണെങ്കിൽ ഈ അലി അക്ബർ സാറിനെ ഒരു നല്ല സ്ഥാനത്ത് തന്നെ ഇരുത്തി അതിന് ബാക്കി തുടരന്വേഷണം. അല്ല, സാറ് വളരെ സത്യസന്ധമായി അന്വേഷിച്ച ആളാണ്. റിട്ടയർ ചെയ്തെങ്കിലും അദ്ദേഹത്തെ ഇരുത്തണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം പിന്നെ സാറ് പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടും പോലീസിൽ ജോലി ചെയ്ത അനുഭവം വെച്ച് കേരള പോലീസ് എന്താണെന്ന് പഠിച്ചിട്ട് പറയുന്നവരാ. വേണ്ടത്ര ജാഗ്രതയോടെയുള്ള ഒരു പരിശോധന മാത്രം നടത്തിയാൽ മതി. ഇനി ഞാൻ കൊടുത്ത റിപ്പോർട്ടിൽ വെച്ചിരിക്കുന്ന സാധനം വെച്ചുകൊണ്ട് അതിനുള്ള 2 സംവിധാനം തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് മാത്രം ചെയ്യാൻ മതി. ഇനി ആരെയും തിരക്കി പോണ്ട. അതിന്റെ ഉള്ള എല്ലാ കാര്യങ്ങളും എന്റെ റിപ്പോർട്ടിലുണ്ട്. അത് വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ ഒരു പരിശോധന നടത്തി അദ്ദേഹം പറഞ്ഞതുപോലെ ആ സഹോദരിക്കും മകനും നീതി കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, അയാൾ മരിച്ചെങ്കിൽ നമ്മൾ മരിച്ചെന്ന് എന്നെ അടുത്ത് വെച്ച് മരിച്ചു എന്ന് പറയും. അതിന് തെളിവോടുകൂടി നമ്മൾ മരിച്ചെന്ന് കണ്ടെത്തണം. അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആ ആളിനെ നിയമത്തിന്റെ മുമ്പിൽ ഒരു ദിവസം കൊണ്ടുവരാൻ കഴിയണം. പോലീസ് ഒരു വിഭാഗത്തിന്റെ അല്ല പീഡിതന്റെ പക്ഷത്താണ് എന്ന് വരുത്താൻ അങ്ങയുടെ സേവനം ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നാണ് തീർച്ചയായിട്ടും. ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ നുണ പരിശോധനയ്ക്ക് ഇതിനകത്തൊരു സാധ്യതയുണ്ട്? ഒരുപാട് സാധ്യത ഇതിനകത്തുണ്ട്. ഒരാളെ മാത്രമല്ല ഈ ചാനൽ ചർച്ചയ്ക്ക് ശേഷം പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. അത് മാത്രം വളരെ ഗൗരവമായിട്ട് ആ സംഭവം അതൊന്ന് മൂടി വെച്ചുകൂടെ പറയാൻ പറ്റൂ? അതെ, ഞാനിപ്പോ ചെയ്യാൻ അങ്ങോട്ട് പറയാം. ഈ ചർച്ചയുടെ കോപ്പി ലിങ്ക് ശാസ്ത്രീയമായി പറഞ്ഞ ലിങ്ക് ഞാൻ ഹോം മിനിസ്റ്റർക്കും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഞാൻ പറയും. കേരള അധികം നാണക്കേട് ഉണ്ടാക്കിയ ഒരു ക്രൈം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇടപെടണം, അങ്ങ് ഇത് അന്വേഷിക്കണം. ഇതിൽ കല്ലും നെല്ലും തിരിയണം. ഒന്നുകിൽ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ട്, ഇല്ലെങ്കിൽ കുറിപ്പ് മരിച്ചെങ്കിൽ ഫയൽ ക്ലോസ്. മരിച്ചു എന്നൊരു അസംപ്ഷൻ പറഞ്ഞാൽ പോരാ.
തെളിയിക്കണം. തെളിയിക്കണം. ഒരു കാര്യം കൂടി സാറേ തെളിയിക്കണം. ഓക്കേ. സാറേ, ഒരു കാര്യം ഒരുപാട് ജോലി എന്നെ ഏൽപ്പിക്കരുത്. അല്ല, ഒരു കാര്യം കൂടി എഴുതണം. സരസമ്മേന നുണ പരിശോധന ആണല്ലോ. ഓക്കെ. സരസമ്മ ഇല്ല, സരസമ്മയുടെ നിലവില്ലെത്തി. നിങ്ങൾ മനസ്സിലാക്കി? നിങ്ങൾക്ക് സരസമ്മയുടെ വ്യക്തിപരമായ വൈരാഗ്യം ഇല്ല, സരസമ്മനെ പിടിച്ചാൽ കുറുപ്പോടെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ. സരസമ്മേനെ ഇദ്ദേഹം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്. കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്നെ കണ്ടപ്പോൾ ഒളിച്ചിരുന്ന് ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങളെ കുറിച്ച് അവർക്ക് നേരത്തെ വിവരം കിട്ടി. നമ്മൾ അതിനുള്ളിൽ കയറി അതിക്രമിച്ചറിയുന്ന പോലീസുകാർ നമുക്കെതിരെ എതിർക്കും. അല്ല, ഓക്കെ. ആനന്ദ്. സിനിമയിൽ ഇവർ ശോഭിത ധൂലിപാലനെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു രൂപമൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവരെ കണ്ടാൽ സാധാരണ ഒരു സ്ത്രീയാണ്, വളരെ പൊക്കം കുറഞ്ഞൊരു സ്ത്രീയാണ്. ഇവരുടെ പുറകിൽ ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉണ്ട്. ഇവരുടെ വീട്ടിൽ നമ്മൾ ചെന്നാൽ നമുക്ക് ഭീഷണി കോളുകൾ വരും. ആ കോളുകൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ പലയിടത്തും വരും. ഞാൻ ട്രൂ കോളറിൽ കുറെ നമ്പറുകൾ ഞാൻ ഈ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പ് കിട്ടിയ ഭീഷണി കോളുകളാണ്. അപ്പൊ അവർക്ക് പുറകിൽ എന്തായാലും ആൾക്കാരുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഈ നുണ പരിശോധനയൊക്കെ ആവശ്യമില്ല. ശരിക്കും ഈ ഫോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്താൽ മതി. അതാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ഇവർക്കൊക്കെ ഇഷ്ടം പോലെ കോളുകൾ വരുന്നുണ്ട്. ഓക്കെ. ഇവരൊക്കെ ഒരുപാട് ഭീഷണി നേരിട്ടു എന്ന് പറയുന്നു. താങ്കൾ ഈ സിനിമ പിടിച്ചേക്കാൻ പോയി വല്ല ഭീഷണി ഉണ്ടായോ? ഞങ്ങൾ നാട്ടിൽ പോയി ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് അവിടെ കുറച്ച് ആൾക്കാർ കൂടി വന്നിട്ടാണ് ഇവിടെ അവരാരാ പാർട്ടി കളിച്ചിരിക്കും? അത് മകന്റെ ഫ്രണ്ട്സ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ആദ്യം കിട്ടിയ ഓട്ടോറിക്ഷ കയറി ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ അങ്ങ് വിട്ടുപോകുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് 1-2 കാര്യങ്ങൾ വിജയിപ്പോൾ ഹരിദാസ് സാറിന്റെ കേസിൽ ആദ്യം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുകൾ ഒരുപാട് ഉണ്ടെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേനും ഇത് ഭയങ്കരമായ ഗ്രാവിറ്റി ഉള്ള ഒരു കേസായിട്ട് മാറി, ഒരു അർബൻ ലെജൻഡ് പോലെ വന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയ ഓരോ ടിപ്പ് ഓഫിലും അവർ അങ്ങ് വരെ പോയി എല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ഈ പറയുന്ന സന്യാസിയുടെ കേസ് പോലും അയാള് ഇദ്ദേഹം അല്ലെന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി തിരുവനന്തപുരം സ്വദേശിയാണെന്നോ ഉൾപ്പെടെ കൊൽക്കത്ത കേസ് ഉൾപ്പെടെ എല്ലാ കേസിലും ഈ ഹരിദാസ് സാറ് പോയി അങ്ങറ്റം വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ത്രൂ ഔട്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ പുറത്താണ് പോലീസ് പോയത് എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. പോയിട്ടുണ്ട് പുള്ളിക്കാർ. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറ്റുന്ന പോലെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാറേ ഒരു കാര്യം ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇതിന്റെ ഹരിദാസ് സാറ് ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹമൊക്കെ അന്വേഷിച്ചായിരിക്കും. എന്റെ അന്വേഷണം വെച്ച് ഞാൻ പഠിച്ച രീതി വെച്ചാണെങ്കിൽ ഈ മനുഷ്യനെ പ്രധാനപ്പെട്ട സാക്ഷിയാക്കിക്കൊണ്ട് അവർ രണ്ടുപേരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ആ ആളിനെ, അന്നത്തെ പൊളിറ്റിക്കൽ ആളിനെ പ്രതിയാക്കണം. എന്നാൽ മാത്രമേ ഹരിദാസ് സാർ നല്ല അന്വേഷണമാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. വേണ്ടേ? മരിച്ചുപോയി. അതിപ്പോഴല്ലേ, അന്ന് പ്രതിയാക്കണ്ടേ? ഒരു കാര്യം സാറ് പറഞ്ഞല്ലോ, മരിച്ച് ആന്റണി സാറിന്റെ മറുപടിയാ, മരിച്ചുപോയ ചിലർക്ക് മരിച്ചു കഴിഞ്ഞാൽ വലിയ ആദായ ലാഭം കിട്ടുമെന്ന് പറയണം. ഞാൻ 31 വർഷമായിട്ട് പുനഃപ്ര ആശ്രമം നടത്തുക. എനിക്ക് ഇതുവരെ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത്, ഇവരാരും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കീഴടക്കത്തുമില്ല. തിരുവനന്തപുരം DSP എന്നെ കാണാൻ വന്നു. ബ്രദറെ, ഇങ്ങനെ തൃശ്ശൂർ ഒരു വീട്ടിൽ പുള്ളി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വരത്തില്ല. ആൽബം എന്നെ കണ്ട അറിയുമല്ലോ. ഞാൻ പറഞ്ഞു വരത്തില്ല. എന്താ? ഞാൻ വരത്തില്ല. അതെന്താ വാശി പിടിച്ചേ? സാറ് പിടിച്ചിട്ട് പോവാ, എന്നിട്ട് ഞാൻ കണ്ടോളാന്ന് പറഞ്ഞു. എനിക്കിവിടെ 100-200 പേരെ ഇട്ടൊരു ആശ്രമം നടന്ന് 10-30 പേര് ജോലിക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് ഇട്ടിട്ട് എനിക്ക് രാത്രി ഒന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിടിച്ചിട്ട് വരുവാണെങ്കിൽ ഞാൻ പറയാം ഇയാളാണ് ആണ്. ഒരു കാര്യമേ ഉള്ളൂ, അതായത് നമ്മുടെ കേരള പോലീസ് എത്രയോ നല്ല കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ചെറിയ എവിഡൻസിൽ പോലും അവര് ഭയങ്കരമായിട്ട് കേസ്. അതുകൊണ്ട് കേരള പോലീസിന്റെ ചരിത്രത്തില് ഒരു ബാഡ് മാർക്കാണിത്. അത് മാറ്റണം. കേരള പോലീസ് അന്വേഷിച്ച് ശക്തമായിട്ട് അന്വേഷിച്ച 1 മാസത്തിനുള്ളിൽ, ഒരു 3 ആഴ്ചക്കുള്ളിൽ ഈ കുറിപ്പിനെ പൊക്കായിരുന്നു. എന്തുകൊണ്ട് നടന്നില്ല? അപ്പം ഈ കേരള പോലീസ് നന്നായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏത് കേസും ഒരു 30 ദിവസത്തിനുള്ളിൽ തെളിയും. ഇന്നത്തെ കാലത്ത് പറ്റും, അന്നത്തെ കാലത്തും പറ്റും. അന്നത്തെ കാലത്തും അതിനുള്ള പോലീസ് എപ്പോഴും നല്ല പോലീസ് തന്നെ. കേരള പോലീസ് വളരെ നല്ല പോലീസ്. അവരെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ രാഷ്ട്രീയക്കാർ കയറി നശിച്ചത്. ആദ്യകാലങ്ങളിലെ കേസ് അന്വേഷണ രീതി ഐ വിറ്റ്നസ് ഉണ്ടോ എന്ന് നോക്കും. ഈ പ്രത്യേക നടന്ന സംഭവത്തെ പ്രദേശങ്ങളിലെ ചുറ്റുപാടുള്ള ക്രിമിനൽ സംഘങ്ങളെ പരിശോധിക്കും. ഹിയർസേ ആയിട്ട് കിട്ടുന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കും. നാട്ടിൽ നടന്നിട്ടുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്. കൊണ്ടുവന്ന് പിടിച്ച് ചിലപ്പം ചോദ്യം ചെയ്യുമ്പം പറയിക്കാതെ. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഒരുപാട് ഇന്ന് ഇവിടെ വെച്ചൊരു കുറ്റകൃത്യം നടക്കുന്നു. നടക്കുന്ന എനിക്ക് സാറിനെയാണ് സംശയം. ആ സംശയമാണെങ്കിൽ ഞാൻ ഇന്നലെ സാർ എവിടെയായിരുന്നെന്നാണ് തുടങ്ങുന്നത്.
ഇന്നലെ എവിടെയൊക്കെ രാവിലെ ഏത് വീട്ടിലാണ് കിടന്നത്, രാവിലെ എപ്പോ എഴുന്നേറ്റു, എവിടെ എന്റെ മൊബൈലിൽ അവസാനം വിളിച്ച കോൾ ഏത്? അത് പറയുന്നില്ല. അപ്പൊ ഒരുപാട് ശാസ്ത്രീയമായ മാറ്റങ്ങൾ വന്നു. ആ ശാസ്ത്രീയ മാറ്റങ്ങളെ ഈ കേരള പോലീസിനും കേരള ജനതയെയും ഒരു ചോദ്യചിഹ്നമായ ഈ കേസിലേക്ക് എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല? ഓക്കെ, വക്കീലെ, നമ്മുടെ കേസിന്റെ ഒരു സാധ്യത എങ്ങനെയാ? ഈ ലൈറ്റ് ഡിറ്റക്ടർ ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നുണ്ട്. ഈ നമ്മൾ ഈ മറ്റേ ഷുഗറും പ്രഷറും ചെക്ക് ചെയ്ത പോലെ രാവിലെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അതിന് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ അവര് സാങ്കേതികമല്ലേ, അതൊക്കെ പോലീസ് ചെയ്യട്ടെ. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. പിന്നെ സാർ ഈ നുണ പരിശോധന നടത്തി കഴിഞ്ഞാലേ ഇതിനകത്ത് താങ്കൾ ഒരു വക്കീൽ എന്നുള്ളതിലെ ഞാൻ ചോദിക്കുക, ഇതിനകത്തൊരു സാധ്യതയുണ്ടോ? നമ്മുടെ ഇവിടെ കാണാൻ വന്നവരെല്ലാം ടെൻഷൻ അടിച്ചിരിക്കുക, അവർക്ക് ഇനിയിപ്പോ കുറുപ്പിനെ പിടിക്കാതെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോ നമ്മുടെ ജഡ്ജ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരാളുടെ പ്രൈവസിനെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ലേ. അതായത് സെൽഫ് ഇൻക്രിമേറ്റ് ചെയ്തിട്ടാണ് ഒരാൾക്ക് അനുവാദത്തോടെ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരാൾ സ്വന്തമായിട്ട് അനുവാദം കൊടുക്കും. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. വിചാരിച്ച പോലെ സാർ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നടത്താൻ വേണ്ടിട്ട് ഈ പറഞ്ഞല്ലേ ഇൻവെസ്റ്റിഗേഷൻ സാർ കണ്ടക്ട് തിരിച്ച് വീണ്ടും കണ്ടക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ലീഗലി അതിനൊരു ഡെഫിനറ്റ് വഴി അവർ തിരഞ്ഞെടുത്തോട്ടെ. കേരള പോലീസ് സേന എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പോലീസ് സേനയാണ്. അവർ ഒരുപാട് അവരുടെ ട്രാക്ക് റെക്കോർഡിൽ സൂപ്പർ സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പോലീസ് സേനയ്ക്ക് ഇതുപോലെ ഇത് അവർക്ക് നോക്കുമ്പോൾ ഒരു ചീള് കേസാ. ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് എന്നത്തെ കാലത്തും കേരള പോലീസിന്റെ ചരിത്രം പഠിക്കുന്ന ആർക്കും ഇതൊരു നാണക്കേടായിട്ട് കിടക്കും. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാം. നാണം നശിക്കുന്നവരെ അതല്ല പോലും അല്ലേ. ഓക്കെ, റെഡി. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഇദ്ദേഹം പോലീസ് എല്ലാ രീതിയിലും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കോൺടാക്ട് ചെയ്യുന്നു, എല്ലാത്തിനെയും ട്രാക്ക് ചെയ്യും, എല്ലാം ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹം ഈ ഒളിച്ചു പോകുന്നതിന്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് മരണപ്പെട്ട് അജ്ഞാതനായി മരണപ്പെട്ട് അവിടെ അടക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുമോ? അല്ല, നമുക്കൊന്നും ഇല്ലെങ്കിലേ എത്താൻ പറ്റുമോ? ഒരു സാധാരണ മനുഷ്യന്റെ ആശങ്കയാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിയെവിടെങ്കിലും ഒരു അൺനോൺ ബോഡിയായി ഒരു അജ്ഞാത മൃതദേഹമായി എവിടെയെങ്കിലും ദഹിപ്പിച്ച് കളഞ്ഞോ അല്ലെങ്കിലും കൂടി മറവ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ആശങ്ക അതാണ്. ഇപ്പൊ നമ്മുടെ പോലീസും അതുപോലൊരു ഫൈൻഡിങ്ങിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്നത് അതല്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ഈ പറഞ്ഞ എല്ലാം വെരിഫൈ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്നുള്ള കാര്യം ആ കുടുംബം പോലും അറിഞ്ഞിട്ടില്ലെങ്കിലോ? അതാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. അത് വെരിഫൈ ചെയ്യണമെന്നാ പറയുന്നത്. അല്ലെന്നേ, അത് ആ കുടുംബം നിരന്തരം ബന്ധത്തിലാണ്. ആ കുടുംബമായിട്ട് കുറുപ്പ് നിരന്തരം ബന്ധത്തിലാണ്. കോവിഡ് സമയത്ത് കേരളത്തിൽ ഞാൻ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ ആ കാര്യം നോക്കേണ്ട പോലെ നോക്കിയില്ല എന്ന് ഞാൻ പറയുന്നത്. ഇതുപോലത്തെ ഒരു ക്രൈമിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബം പോലും അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെ സാറിന്റെ കണ്ടെത്തലുകൾ കൊണ്ട് എങ്ങനെയാണ് സാറിന് അതിനെ ഖണ്ഡിക്കാൻ പറ്റുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. തർക്കത്തിനല്ല, എന്റെയും വാദം അതാണ്. ആ തരത്തിൽ ഇങ്ങനെ ഒരാള് ആ കുടുംബം നാളിതുവരെയും അവരുടെ നഷ്ടപ്പെട്ടു പോയ ഈ വ്യക്തി അവർ കണ്ടിട്ടില്ല എങ്കിൽ അവരിൽ നിന്ന് അതും മനസ്സിലാക്കുവാൻ നമ്മുടെ ശാസ്ത്രീയമായ അന്വേഷണം നടക്കും. ഒന്ന്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു 7 വർഷക്കാലം ഒരാളെ കാണാനില്ല, അയാളെക്കുറിച്ച് യാതൊരു വിധവും ഇല്ല. ഒരു വാഹനം നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്നു, മോഷണ കേസ് എടുക്കുന്നു, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു SHO എടുക്കുന്നു. 6 മാസം കഴിയുമ്പോൾ ഒരു CI, ഒരു ഗസറ്റ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഇത് ഡിറ്റക്ട് ചെയ്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അയാൾക്ക് ഇൻഷുറൻസ് ടോട്ടൽ ലോസ് ആയിട്ട് കൊടുക്കും. ഞാൻ പറയുവാണ് അവരുടെ പേരിലുള്ള ഈ സുകുമാരക്കുറുപ്പിന്റെ പേരിലുള്ള സ്വത്തുവകകള് അയാള് മരിച്ചു പോയിരുന്നു എങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വിവരവും ലഭിക്കുന്നില്ല. ഒരു വിവരവും നാളിതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി അവരൊരു നിയമം നടക്കത്തില്ലേ? അവരുടെ നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല. സാറ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇത് മിസ്സിംഗ് കേസ് ആണെങ്കിൽ സാറ് പറഞ്ഞ കാര്യം വാലിഡ് ആണ്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഒരാൾ അബ്സ്കോണ്ട് ചെയ്ത് പോയ കേസാണ്. ഒളിച്ച് നിയമത്തിനെ കണ്ണുവിട്ടിച്ച് പോയ കേസിൽ ഈ 7 വർഷത്തിന്റെ
അല്ല, അവർക്കൊരു കോടതി സമീപിക്കാം. അവർക്കൊരു കോടതി സമീപിക്കാം. അല്ല, കോടതി പോയാലും കോടതി ഞങ്ങളുടെ ആള് ചെയ്യാൻ പോയിട്ട് പറ്റില്ല. ഇത്ര വർഷങ്ങളായി. അല്ല, കോടതി ചെയ്യാൻ പറ്റില്ല. ഇല്ല, കോടതി അല്ല. കോടതി എന്നൊരു ഓർഡറെങ്കിലും മേടിക്കാൻ ശ്രമിക്കാം, അല്ലേ? ഒരു second. ഇതിനകത്ത് ഈ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇല്ല. ഈ 16/89/1989 ഉള്ള LP എന്ന് പറഞ്ഞാൽ ലോങ് പെൻഡിങ് Long pending case. ലോങ് പെൻഡിങ് കേസുകളില് അതാത് മാസം ഒരു അന്വേഷണം നടത്തണം. നടത്തി ഒരു CD എഴുതി വെക്കും. നടത്തിയിരിക്കണമെന്ന് റിക്കാർഡിക്കല് അന്വേഷിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഈയിടെ ക്രൈംബ്രാഞ്ച് ബുക്ക് ചെയ്തത്. ആ ഫയൽ തുറന്നു അല്ലല്ല, ഫയല് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. തുറന്നു നോക്കിയായിരുന്നു. ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കാരണം അബ്സ്കോണ്ടിങ് ആണ്. സമയത്ത് ഓപ്പൺ ആവും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തോക്കിനകത്ത് കയറി വെടിവെക്കുന്ന പോലെ. ഒരു വള്ളത്തെ കയറുന്ന അയാൾക്ക് അക്കരെ പോകണം. അക്കരെ പോകാൻ അയാൾ നോക്കിയപ്പോൾ വള്ളം പല പല പീസുകളായിട്ട് കെട്ടിവെച്ചിരിക്കുക. അവിടെ നിന്ന് ചിന്തിക്കുക, അയ്യോ ഇതൊരു കെട്ട് മുറിഞ്ഞു പോയാലോ, നമ്മൾ നടക്കിയെന്ന് മുങ്ങിപ്പോത്തില്ലേ, അതുകൊണ്ട് കേറണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ വെരിഫൈ ചെയ്യും. ഇനി അങ്ങൊന്ന് കേൾക്കൂ. അല്ല, ഒന്ന് സാറ് പറഞ്ഞ ഇത് മിസ്സിംഗ് ആയ ആള് മരിച്ചു ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്വത്ത് കിട്ടുമെന്നുള്ള സംഗതി ഈ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം ഇത് അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള ഒരാളുടെ കേസാണ്. ഇവിടെ നിയമത്തിന്റെ ആ ഒരു പരിരക്ഷ സ്വത്ത് കിട്ടുന്ന കാര്യത്തിൽ അവർ കിട്ടത്തില്ല. രണ്ട്, ഈ പറയുന്ന രീതിയിൽ ഇയാൾ എങ്ങനെ പോയിട്ടില്ല, ഏതെങ്കിലും രീതിയിൽ അയാൾ കുടുംബവുമായിട്ട് ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും സൂചനകൾ സാറിന് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണല്ലോ പറഞ്ഞ, വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു സൂചന വ്യക്തമാക്കാമോ? അത് സൂചന വ്യക്തമാക്കിയാൽ ചിലപ്പോൾ അന്വേഷണ ഉദ്ദേശം പറഞ്ഞ് നിങ്ങൾ അത് പറഞ്ഞത് കൊണ്ടാണ് അവരതെല്ലാം മാറ്റിക്കളഞ്ഞത്. അങ്ങനെ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബാധിക്കുന്ന വിവരങ്ങൾ പറയാൻ പറ്റില്ല. വന്ന ഉദ്യോഗസ്ഥർ വന്ന് ചോദിക്കട്ടെ. ഞാൻ കൊടുക്കാം. കോപ്പിയുണ്ട്, എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ടെത്തിയ തെളിവിന്റെ സോഴ്സ് പറഞ്ഞു പോയാൽ ആ കേസിന്റെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. ഏതെങ്കിലും രീതിയിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടിയാൽ ജിതിന് ഞാനൊരു ഉത്തരം പറയാം. സുകുമാരക്കുറുപ്പാണോ ആരാണോ ഇവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് 5 ഡിഫറെന്റ് നമ്പറിൽ നിന്ന് ഒരേ ആൾക്ക് ഫോൺ വരുന്നുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്ന്. ഇതൊക്കെ ഇവരുടെ കുടുംബാംഗങ്ങളാണ്. അത് ഇദ്ദേഹം കണ്ടുപിടിച്ച കാര്യമാണ്. എന്നിട്ട് അതിന്റെ പുറത്ത് പോലീസ് അന്വേഷണം ഇദ്ദേഹം റിപ്പോർട്ട് അത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് കേരള പോലീസ്. ആരോപണം ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. അല്ല, അത് തന്നെ പറയുന്നത്. ഇതുപോലെ ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് കേരള പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഞാൻ ഒരു കാര്യം കൂടെ വെളിപ്പെടുത്താൻ പോവാണ്. സുകുമാരക്കുറുപ്പിന്റെ ബന്ധുവലയങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങളുമായ 169 രേഖകൾ ഞാൻ എന്റെ റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം വെരിഫൈ ചെയ്താൽ മതി. കുറുപ്പും അദ്ദേഹത്തിന്റെ മക്കള്, മരുമക്കള്, അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാര്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള്, ഇത്രയുമായി പോലീസ് ഓഫീസേഴ്സ്, അവരുടെ കുടുംബത്തിൽ ബന്ധമുള്ള പോലീസ്, ഇത്രയും പേരുമായിട്ട് അദ്ദേഹം നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നതിനെ പറ്റിയുള്ളത്. അദ്ദേഹം ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പോയി അല്ല, എന്നിട്ട് ഇത്രയും സോളിഡ് ആയിട്ടുള്ള അതിലേക്ക് പോകേണ്ട നമ്മൾ ഈ കേസ് അന്വേഷിച്ച് ഫയൽ ക്ലോസ് ചെയ്യും. അല്ല, ഇദ്ദേഹം പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇത്രയും കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, പൂഴ്ത്തിയെന്നാ പറഞ്ഞത്. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, മേലധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട്, പൂഴ്ത്തിയെന്നാ പറഞ്ഞത്. ആ ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. ഞാൻ കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്തറിയാവോ, എന്റെ വാദം, ഞാൻ കൊടുത്ത ആ റിപ്പോർട്ട് തുടർ അന്വേഷിച്ച് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തില്ല എന്ന പരാതി എന്ന ഒരു വാക്ക് ഞാൻ പറയത്തില്ല. ബാധ്യതയുള്ള നമ്മുടെ കേരള പോലീസ് ഒരു മറുപടി ഞാൻ പറഞ്ഞല്ലോ. ചെന്നിത്തല ഇപ്പൊ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, മന്ത്രി വകുപ്പിലുള്ളതാ, പോലീസ് വകുപ്പിലെ കയ്യില. ഈ ആള് ജീവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ സംശയിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും അന്വേഷിക്കും. ചർച്ച അതിന് കാരണമായി തീരും. ഈ ഇരിക്കുന്ന മനുഷ്യനോട് പറയാം, നിങ്ങൾ നല്ലൊരു സിനിമ എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒരു സിനിമ നിങ്ങൾ എടുക്കണം. സാറേ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞു, ഈ കേസിന്റെ ഫലപ്രദമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല, ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെ ഇതിനകത്ത് വേണ്ട രീതി പോകുന്നില്ല എന്ന് പറഞ്ഞ മകുടോദാഹരണമാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം ഇതിലെ പ്രൈം അക്യൂസ്ഡ് 2 പ്രൈം അക്യൂസിനെ രക്ഷപ്പെടുത്തിയ ആളാണ്. അത് രക്ഷപ്പെടുത്തിയത് എന്തിനാ?
മറ്റൊരാൾ പറയുകയാണ് ഇവരെ പെട്ടെന്ന് എടുത്ത് രക്ഷപ്പെടുത്തി പോയി കൊടുക്കണമെന്ന്. എന്തുകൊണ്ട് കേസിന്റെ അന്വേഷണം നിലവിലുള്ള നിയമം അനുസരിച്ച് വക്കീലുണ്ടല്ലോ, കുറ്റവാളിയെ രക്ഷപ്പെടുത്തി ഒളിക്കാൻ ശ്രമിച്ചാൽ പ്രതിയാകണ്ടേ? അല്ല, അതിനേക്കാളൊക്കെ എന്റെ വാദം ശരിയല്ലേ? അപ്പൊ എന്റെ വാദം ശരിയല്ലേ? ഇത്രയും നല്ലൊരു ഐഡന്റിറ്റിയും ഇതൊക്കെ ഇമേജ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് കേരള പോലീസ്. അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കറകളിലൊന്നാണ് ഇയാളെ പിടിക്കാൻ പറ്റാത്ത ഒരു സംഗതി. അപ്പൊ അങ്ങനത്തെ ഒരാള് അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നതിന്റെ ഇത്രയും നൂറിൽ കൂടുതൽ രേഖകൾ സമർപ്പിച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു ദശകത്തോളമായി. അതിന്റെ പുറത്ത് ഒരു ആക്ഷനും കേരള പോലീസ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് കേരള പോലീസിന്റെ മേലുള്ള ഒരു ഇദ്ദേഹത്തെ ഈ കേസ് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയത് നിതിൻ അഗർവാൾ ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയായിരുന്നപ്പോഴാണ്. 3 മാസം ഇദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നിതിൻ അഗർവാൾ ആ സ്ഥാനത്ത് നിന്ന് മാറി ശ്രീജിത്ത് വന്നു. ശ്രീജിത്തിനാണ് ഇദ്ദേഹം ഈ റിപ്പോർട്ട് കൊടുത്തത്. അതിനുശേഷം ആ റിപ്പോർട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ശ്രീജിത്തിനെ ഞാൻ ഒരു എന്താ പറയുന്നത് ഒരു കാസ്റ്റിംഗ് ആസ്പെർഷൻസ് അല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ കുറുപ്പ് സിനിമയുടെ ആയിട്ട് ഈ കാര്യത്തിൽ ഞാൻ നടത്തിയ എൻ്റെ അന്വേഷണത്തിൽ കുറുപ്പ് കോവിഡ് സമയത്ത് ഇവിടെ ഉണ്ട് എന്ന് ഭാസ്കരപിള്ള എന്നോട് പറഞ്ഞപ്പോൾ, കോവിഡ് സമയത്ത് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു ഭാസ്കരപിള്ള ഞാൻ പറഞ്ഞ കാര്യം ശ്രീജിത്തിനെ ഞാൻ വിളിച്ച് പറഞ്ഞതാണ്. എനിക്കൊരു അപ്പോയിൻമെന്റ് ആയിരുന്നു, ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അദ്ദേഹം തിരക്കുണ്ടായ ശബരിമല ഇതൊക്കെ ആയിട്ട് വലിയ തിരക്കുള്ള അതുകൊണ്ടായിരിക്കാം. എന്തായാലും പോലീസിന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇദ്ദേഹം അന്വേഷിച്ച റിപ്പോർട്ടിൽ എത്ര ഫോൺ നമ്പറുകളുണ്ട്, വളരെ വാലിഡ് ആയിട്ടുള്ള, അത് ഇന്റർനെറ്റ് നമ്പറുകളൊന്നുമല്ല, എല്ലാം ഫോൺ നമ്പറുകളാണ്. ഈ ഫോൺ നമ്പറുകളിൽ നിന്നൊക്കെ ആർക്കൊക്കെ കോളുകൾ വരുന്നുണ്ട്. ഇദ്ദേഹം ഈ ക്ലോസ് ഫാമിലിയെ മാത്രമല്ല എല്ലാ ഡിസ്റ്റന്റ് റിലേറ്റീവ്സിനെ ഇദ്ദേഹം മാപ്പ് ചെയ്തു. ഞാൻ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇത്രയും കാലം അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ 2017 ഇദ്ദേഹത്തിന്റെ അന്വേഷണ ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ അതിന് ഒരു തുടരന്വേഷണം നടത്തിയാൽ എന്തായാലും കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ പറ്റും. CBIക്ക് വിട്ടിട്ട് യാതൊരു കാര്യമില്ല. കേരളത്തിലെ പോലീസ് നല്ല ആൺകുട്ടികളുണ്ട്, അവർക്ക് കൃത്യമായി രാഷ്ട്രീയ ഇടപെടലൊന്നുമില്ലാതെ സ്വതന്ത്രമായി കൊടുത്താൽ ഇത് മാക്സിമം 1 മാസം കൊണ്ട് തെളിയിക്കാവുന്ന കാര്യമുള്ളൂ. ഒന്നാമത് ടവർ ലൊക്കേഷൻ എടുക്കാം, ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽ എടുക്കാം, കൂടാതെ ഈ പറയുന്ന അവരെ നുണപരിശോധന നടത്താം, കൂളായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് നുണപരിശോധനയ്ക്ക് അവർ അനുമതി നൽകില്ലായിരിക്കാം. അവർ ഫോൺ കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്ന കാര്യം കൃത്യമല്ലേ? അതൊന്ന് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടാണോ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പോലീസ് നിഷ്പ്രയാസം കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലത്തെ അന്നത്തെ സംവിധാനം അല്ലല്ലോ. അദ്ദേഹം പറയുന്നവരെ ഇന്നത്തെ സംവിധാനം വെച്ചിട്ട് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കൃത്യമായി സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ. ഈ ബന്ധുക്കൾ എല്ലാവരും അവിടെ ഉണ്ട്. ഇപ്പം ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, മറ്റു ബന്ധുക്കളുണ്ട്. എല്ലാവരും സുഖമായിട്ട് താമസിക്കുന്നു. ചാക്കോന്റെ കുടുംബത്തിന് ആര് നീതി മേടിച്ചു കൊടുക്കും? അത് അന്വേഷിക്കാൻ ഒരു ആർജവത്തുള്ള പോലീസ് ഓഫീസറായിരിക്കണം. യാതൊരു തരത്തിൽ ഇടപെടൽ ഉണ്ടാവരുത്. ഇപ്പോഴും സുകുമാരക്കുറിപ്പ് വളരെ സ്ട്രോങ് ആണ്. ഇന്റർനാഷണലായി അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്, ഇന്റർനാഷണൽ ആയിട്ട് അദ്ദേഹത്തിന് ഗുണ്ടാ ബന്ധങ്ങളുണ്ട്, പോലീസ് സംവിധാനത്തിൽ ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയത്തിൽ ബന്ധങ്ങളുണ്ട്. അത് വളരെ സത്യമാണ്. അതായത് പ്രമാദമായ പാലക്കാട് നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയി കേസ്, ആ ജിഷ്ണു പ്രണയ് കേസ് പാലക്കാട് തൃശ്ശൂർ റേഞ്ചൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഇതേ ഇപ്പൊ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ ഇതേ പോലീസ് ഓഫീസേഴ്സ് എന്നെ ചുമതലപ്പെടുത്തുന്നു. ഞാൻ അവിടുന്ന് ഇന്നലെ ഒരു വളരെ വേദനയോട് കൂടി ഒരു ചാനലിലെ ഒരു വ്യക്തി പറയുന്നു, 24 ചാനലുകാർ ഈ സുകുമാരക്കുറിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഏതോ പോലീസ് ഓഫീസർമാരുടെ കളിയാണ്. പോയി കാശ് TA-യും DA ഒക്കെ മാറിയെടുക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോകാനുള്ള പണി കാശടിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയധികം സഞ്ചരിച്ചിട്ട് എന്നെ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ അറിയാം, ഒരു TA പോലും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ജിഷ്ണു പ്രണോയ് കേസിൽ ഞാൻ എൻ്റെ കാറിൽ പെട്രോൾ മേടിച്ച് ഞാനും ഷാംജിയും കൂടെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ദിണ്ടുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി 12 മണിക്ക് ചെന്ന് അവിടെ വിജനമായ ഒരു സ്ഥലത്ത് ഒരു ഓലപ്പെരയിൽ ഒരു ചെറിയ മെഴുകുതിരിയുടെ വെട്ടം, അവിടെ ചെന്നപ്പോൾ 80 വയസ്സ് പ്രായമായ ഒരാൾ കിടക്കുന്നു. ഈ പ്രതിയുടെ അച്ഛനാണ്, കോളേജിലെ വൈസ് പ്രിൻസിപ്പാളാണ് പ്രതി. അതിൽ കിടന്ന് വെളുപ്പിനെ 4 മണിയായപ്പോൾ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് വന്ന, അപ്പ മരുന്ന് കഴിച്ചോ? ആ ഒറ്റ ഫോൺ കോളിലാണ് ഞാൻ വൈസ് പ്രസിഡന്റ് സത്യമംഗലം മനത്തിൽ പോയി പിടിക്കുന്നത്. അപ്പൊ ഇന്ന് ശാസ്ത്രം ഒരുപാട് എവിടെയാണ്? ഞങ്ങൾ ദിണ്ടുക്കലാണ് നിൽക്കുന്നത്, ആളെ ഒളിച്ചിരിക്കുന്നത് കർണാടക കേരള അതിർത്തിയിലെ വനത്തിനുള്ളിലാണ്. അപ്പൊ അത്രയും ഒരുപാട് സംവിധാനങ്ങളുണ്ട് പോലീസിന്. അപ്പൊ അത് ഈ കേസിൽ പ്രയോജനപ്പെടുത്തണം. സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം, വേണ്ട രീതിയിൽ വെരിഫൈ ചെയ്യണം എന്ന വാദമാണ് എനിക്ക്. ആര് പൂഴ്ത്തിയെന്നോ
ആരെങ്കിലും പോലീസ് അട്ടിമറിച്ചതുപോലെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിൽ വേണ്ടത്ര ഒരു ജാഗ്രതയോടെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല. ഞാൻ നീ ചോദിക്കട്ടെ, ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം തോന്നും, ഈ ഇടപെടലുകാര് അങ്ങയുടെ അന്വേഷണത്തിൽ ഇടപെട്ടോ? എന്റെ അന്വേഷണത്തിൽ ഇവർ ആരും ഇടപെടത്തില്ല. ഇടപെടാൻ കാര്യം അവർ ഇടപെട്ട അനുഭവങ്ങളൊക്കെ സാറ് പറയും. അങ്ങനെ ഉള്ള ഇടപെടലുകളിൽ അലി അക്ബർ അതിനൊന്നും ബാധകമല്ല, ശ്രദ്ധിക്കില്ല, അതൊക്കെ അവഗണിക്കും. അത് വളരെ രഹസ്യമായിട്ടുള്ള അന്വേഷണമാണ് കൂടുതലും നടത്തുന്നത്, അല്ല പരസ്യമായിട്ടുള്ളതല്ല. അങ്ങനെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ പിന്തിരിപ്പിക്കാനോ പറ്റില്ല. അത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇതുവരെ ഒരു സബോർഡിനേറ്റായ ഒരു കേരള പോലീസിലെ വെറും സബോർഡിനേറ്റായ എന്നെ അന്നൊരു ASI റാങ്ക് മാത്രമാ ക്രൈംബ്രാഞ്ചിന്റെ തലപ്പത്ത് വിളിച്ച് വരുത്തി ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അതേ ആ ഓർഡർ ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിതിൻ അഗർവാൾ സാർ എന്ന ഓർഡർ എന്റെ പേര് പറഞ്ഞ് തന്നെ ഏൽപ്പിക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്നിൽ ഒരു വിശ്വാസം ഉണ്ടാകുമല്ലോ. ആ വിശ്വാസം 34.5 വർഷവും എന്നെ കൊല്ലാനായിട്ട് 6 തവണ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴും ഞാൻ ആ നീതി വിട്ട് ചെയ്തിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ റിട്ടയർഡ് ആയതിനു ശേഷം ഒരു ഫോണിൽ പോലും വിളിച്ചതേ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേന്ന് ഞാൻ പറയത്തില്ല. എല്ലാ വേദനയും പ്രയാസം. ഇങ്ങനെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഞാൻ ചോദിക്കുക, അതും അല്ലെങ്കിൽ ഒരു ധാരണാപേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അങ്ങ് ഇന്റഗ്രിറ്റിയോടെ കേസ് അന്വേഷിച്ചു, 6 തവണ അങ്ങേ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അപ്പൊ ഈ വധശ്രമം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ അങ്ങേ വധിക്കാൻ ശ്രമിക്കുന്നു തോന്നുന്ന ആൾക്കാർക്കെതിരെ കൃത്യമായ പോലീസ് അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങ് പരാതിപ്പെട്ടിട്ടില്ലേ? പരാതിപ്പെട്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. ഒരു MLA എന്നെ നിനക്ക് പോലീസുകാർക്ക് ഒരു വർഗ്ഗബോധമില്ല. ഒരു MLA എന്റെ അടുത്ത് പറയുവാണ്, പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു, ഞാൻ എന്റെ പ്രതിയെ കണ്ടെത്തി, ആ പ്രതിയെ പിടിക്കാനായി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഇല്ല. അപ്പൊ ഒരു ഫോണിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എടുക്കുന്ന ഒരു MLA ആണ്. ആ MLAയും അതിന് മുകളിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഈ വേദിയിൽ വെച്ചു അൺനെസസറി വേടി ചോദിച്ചിട്ട് നിനക്ക് മാത്രം എന്താടാ എന്ന് ആ വേടി ചോദിച്ചിട്ട് വെടിവെച്ചു ഒന്ന് കളയുമെന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായ ഒരു പരാതി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അയച്ചു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കും കൊടുത്തു. വെളിച്ചം കണ്ടില്ല. സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവമാണ്. അപ്പൊ ഇനി എങ്ങനെ ഈ കുറിപ്പിന്റെ കേസ് പൊങ്ങുന്ന പറയുന്നത്? ഇത് സത്യം അറിയണം ജനത്തിന്. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിച്ചെന്ന് അറിയിക്കണം ജനത്തിന്. ഇത് കേരളത്തെ 42 വർഷമായിട്ട് അലകിക്കൊണ്ടിരിക്കുക. ഇത് സത്യം അറിയണം, ഇല്ല അയാളെ വെറുതെ വിടുക എന്ന് അറിയിക്കണം. മയക്കുമരുന്നിനെതിരെ രമേശ് ചെന്നിത്തല ഇപ്പം തുടങ്ങി വെച്ച തൂഫാൻ, അതേപോലെ അദ്ദേഹത്തിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കേസ്. തൂഫാൻ പോലെ പ്രധാനം. അതെ. ഇപ്പൊ ഈ തമ്മിൽ നിന്നുള്ള പരിപാടി അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ഇതിന് അന്വേഷണം ഉത്തരവിട്ടില്ലെങ്കിൽ അത് അദ്ദേഹം ഉത്തരവിട്ടില്ലെങ്കിൽ നമ്മൾ കരുതേണ്ട അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് തിരക്കൊഴിഞ്ഞ സമയത്ത് ഇത് കാണണമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അല്ല, അദ്ദേഹം കാണണം. അത് അദ്ദേഹം ഇതിന്റെ അകത്ത് ഇനീഷ്യേറ്റ് ചെയ്ത് മുൻകൈ എടുത്ത് പ്രവർത്തിക്കും വേണം. ഇതിന് ഈ സെക്കൻഡ് പാർട്ട് എഴുതാനുള്ള ഒരു പ്രേരണ ഈ ചർച്ചയിൽ കൂടി കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ ഇദ്ദേഹം ഒരു സാധാരണ പോലീസ് ഇൻസ്പെക്ടർ അല്ല. മണിച്ചന്റെ കേസ് അറിയാലോ, കല്ലുവാതിക്കൽ. അദ്ദേഹത്തെ പിടിച്ച ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിന് പിടിച്ചത് മണിച്ചന്റെ കേസിൽ നിർണായകമായ എല്ലാ കാര്യവും 3 മാസക്കാലം ഞാനും സിബി മാത്യു സാറും മനോജ് ബാബു സാറിനും മാത്രമേ ഉള്ളൂ ആ സ്കൂളിൽ ഞാനുണ്ടെന്ന്. ഞാനാണ് ബാംഗ്ലൂർ, കർണാടക, ഗുജറാത്ത് എല്ലാം പോയത്. ആ മണിച്ചന് മെത്തനോൾ എത്തിച്ചു കൊടുത്ത അനിൽകുമാർ, കായംകുളം സ്വദേശി അനിൽകുമാർ, ആ അനിൽകുമാറിനെ കണ്ടെത്തുന്നതും അദ്ദേഹം BB അയ്യങ്കാർ റോഡിലുള്ള അരിഹാൻസ് കെമിക്കൽസിൽ നിന്ന് 7,594 രൂപ 15 പൈസ മുടക്കി അവിടുന്ന് ഇൻവോയിസ് അതും ഞാനാണ് എടുത്തത്. മെത്തനോൾ മേടിച്ച് ഒസൂറിൽ കൊണ്ടുപോയി ആ കാറിൽ ഫിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അവരെ എല്ലാം പിടിച്ചോണ്ട് വന്ന ആളാ ഞാൻ. നിങ്ങൾ പുലിയ കേരള പോലീസിൽ ഇതുപോലെയുള്ള സാധാരണ ഓഫീസേഴ്സ് സാധാരണ അങ്ങനെ ഒരു ചെറിയ പോസ്റ്റിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. വെറും ഒരു ASI പോസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് വലിയ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പരിമിതികളെല്ലാം വെച്ച് 3 മാസം കൊണ്ട് ഇത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്തെങ്കിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആ റിപ്പോർട്ട് വെച്ച് മാത്രം ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ കുറിപ്പിന്റെ വേറബൌട്ട്സ്, അദ്ദേഹം മരിച്ചോ ജീവിച്ചോ, ഇതിനൊരു ക്ലോഷർ വേണ്ടേ? എല്ലാവർക്കും ഒരു ക്ലോഷർ വേണം. ഈ കുറിപ്പിന്റെ പേപ്പർ വാർത്ത കണ്ടപ്പോൾ ഞാൻ അത്താണി ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ 1-2 പേര് എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെ അത്താണിയിൽ അല്ല ഇങ്ങനെ സുകുമാരക്കുറിപ്പിനെ പറ്റി അന്വേഷിക്കണ്ടല്ലോ, പുള്ളി മകളുടെ കല്യാണത്തിന് വേണ്ടി ഈ അത്താണിയിൽ കൂടെ പോയതായിട്ട് പലരും പറഞ്ഞിരുന്നു. അത്താണി അവിടെ എയർപോർട്ട് അടുത്താണ്. എയർപോർട്ടിലേക്ക് 5 കിലോമീറ്റർ. ആൾക്കാർ ഓരോ കഥ ഉണ്ടാക്കുന്നത് അറിയില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആകെ സംശയങ്ങളായപ്പോൾ അന്ന് ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ തമ്മിലുള്ള പരിപാടിയിൽ ഇന്ന് പരിപാടി എന്ന് അറിഞ്ഞു. തമ്മിൽ നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പം എനിക്ക് അതൊന്ന്
നന്നായി. നേരിട്ട് കണ്ട് എന്റെ പേടിയും തന്നെ രാത്രി കിടക്കുമ്പോൾ ഇയാളൊന്ന് വാലി തട്ടു. അപ്പൊ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പോലീസ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. കേരള പോലീസിന്റെ കഴിവുകേടല്ല അന്നും ഇത് തെളിയിക്കാൻ പറ്റാതെ പോയത് ഇന്നും പറ്റാതെ പോയെന്ന് പറയുന്നുണ്ട്. ആരുടെയൊക്കെയോ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. എന്നാ പിന്നെ ഇന്നും ആ കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവൂലേ? അപ്പൊ ആദ്യം ആ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാർ ആരാ എന്നല്ലേ. മോളെ എന്തോന്നറിയോ ഇന്നത്തെ ഒരു വ്യത്യാസം എന്തോന്നറിയാമോ? ഇന്നിപ്പോ ഒരു നേതാവിന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചു ഒരു കേസ് തേച്ച് മായ്ക്കണമെന്ന് പറഞ്ഞാൽ വലിയ പാടാ. ഈ നന്ദകുമാറിനെ പോലെ കുറെ ഭീകര രൂപങ്ങൾ കേരളത്തിലുണ്ട് കേട്ടോ. നടന്ന് എഴുതി നശിപ്പിച്ചു കളയവര്. കറക്റ്റ് അല്ലേ? അത് പറഞ്ഞത് ശരി. കാരണം അങ്ങനെ ചാനലുകാർ മൂടിയാലും ഓൺലൈൻകാർ വിടത്തില്ല. അങ്ങനെയാണ് ഇപ്പൊ സംഭവം. പറഞ്ഞ എന്താ പറയാ അല്ലേ? അതായത് ഓൺലൈൻകാർ വിചാരിച്ചാൽ ഇന്ന് പലതും തെളിയിക്കാൻ പറ്റും. ആ ചാനലുകാർ പൂഴ്ത്തി വെച്ചാലും ഞങ്ങൾ പൊളിക്കും. ഓക്കെ, റെഡി. അപ്പോ 4 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നിർണായകമായ ഒരു കേസാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്ന് ഏറ്റവും വലിയ നാണക്കേടാണ്. ഇത്രയും വലിയ ഒരു ഫോഴ്സ് നമുക്കുണ്ട്, അത്രയും വലിയ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വലിയ സാധ്യതകളുണ്ട്. ഇപ്പൊ ഈ കുറുപ്പിന്റെ 80 വയസ്സെന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ പല ഘട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ പല രൂപങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. കുറുപ്പിന്റെ മുഖം അത് മാത്രമല്ല സാറേ, ഇതിപ്പോ പോലീസ് മാത്രം വിചാരിച്ചുകൊണ്ട് ഇപ്പൊ ഇത് ഇത് ശരിക്കും പോലീസിന്റെ കഴിവുകളല്ലെന്നേ. പോലീസിന്റെ കഴിവുകളല്ല. പക്ഷേ ഈ മനുഷ്യൻ മാത്രം മതിയായിരുന്നു അയാളെ പൊക്കിയെന്ന്. ഇതിപ്പോ ലോകത്ത് മലയാളികൾ ഉള്ളിടത്തെല്ലാം നമ്മളെ എല്ലായിടത്തും മലയാളികളുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തില് ഇയാൾ ഇന്ന് ഇന്ത്യയിലുണ്ടോ എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും. നമുക്ക് രണ്ടിലൊന്നും അറിയണം. ഇന്ത്യയിലുണ്ടോ ഇദ്ദേഹം ഇന്ത്യയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അന്ന് അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് പ്രമുഖമായ 2 സ്ഥലം. ഒന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഗൾഫിലും ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹം താമസിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം. ഈ 2 സ്ഥലത്തും കേറിയും മാറിയും അദ്ദേഹത്തിന് നിരന്തരമായ ബന്ധങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത് ഏടാന്ന് ചോദിച്ചാൽ രഹസ്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, റെഡി. ഒരു വളിപ്പാണ്, എന്നാലും അടിച്ചോ. ജൻസിയുടെ വളിപ്പല്ലേ? അല്ല, പണ്ട് പോപ്പിക്കൊടയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഹേമാശ ചാക്കോമാശ എന്നുള്ള. അപ്പൊ ഒരിടക്ക് ആ പരസ്യം പോയി. ആ പരസ്യം പോയ സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു പരസ്യം തന്നെ പോയാൻ. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറുപ്പ് വന്നു, ചാക്കോമാശാണ്, കുറുപ്പ് വന്നു, ചോറ് മരിയേക്കുണ്ടോ ഉണ്ടോന്ന് പറഞ്ഞു കുറെ എന്നെ ഉണ്ണിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണ് കുറുപ്പിനെ പറ്റി അറിയുന്നത്. അപ്പൊ കുറുപ്പ് അന്വേഷിച്ച് ലാസ്റ്റ് വന്നപ്പോ ചാക്കോമാശിനെ കൊന്നത് കുറുപ്പല്ല. കേരളത്തിൽ വേറൊരു കാർട്ടൂൺ വന്നായിരുന്നു മോനെ. അതായത് ഒരു കുഞ്ഞ് കരയുമ്പോഴേ മോനെ മക്കോനെ വരും വേഗം എടുത്ത് കഴിച്ചു. മക്കോനെ കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു. അങ്ങനെയൊക്കെ കേരളത്തിൽ പല തമാശകളും ഉണ്ട്. അപ്പം ഭാസ്കരൻ പിള്ളയാണ് കൊന്നതെന്നാണ് പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോ അറിയുന്നത്. മീൻസ് കൂടുതൽ അതിനെ കുറിച്ച് അറിയുമ്പം അറിഞ്ഞു വന്നത്. അപ്പം ശരിക്കും കൊന്നത് സുകുമാരക്കുറുപ്പല്ല, ഭാസ്കരൻ പിള്ളയാണ്. കാര്യം എന്നറിയാം, ഈ കുറുപ്പിന്റെ കാര്യത്തിൽ തീർപ്പുണ്ടായതിനു ശേഷം വേണം ഇത് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ. കാര്യം ഇങ്ങനെയുള്ള കുറുപ്പന്മാര് നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചരിത്ര പുസ്തകത്തിൽ. ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം 99% ഈ കുറുപ്പെന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ്. കാരണം അത് അല്ലെങ്കിൽ ഈ ഭീഷണി ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തുടരന്വേഷണം ഉണ്ടെങ്കിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് സയന്റിഫിക്കലി പ്രൂവ് ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡറിനെ ഈ കുറുപ്പെന്ന വ്യക്തിക്ക് പുറത്തുള്ള ഇത്രയും ഒരു സ്വാധീനം, പണത്തിനപ്പുറമുള്ള ഒരു സ്വാധീനം നമ്മുടെ ലോ ആൻഡ് ഓർഡറിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇതുപോലത്തുള്ള പല സെയിം വരുന്നത്. അപ്പോൾ ഇവിടെ ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് നീതി കിട്ടണം. നീതി കിട്ടുന്നതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിന് ഈ ഒരു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വിശ്വാസം ഊട്ടിയുറപ്പിക്കുക കൂടി ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ജസ്റ്റിസ് ഡിലൈഡ് ഇസ് നോട്ട് ജസ്റ്റിസ് ഡിലൈഡ് എന്ന് പറഞ്ഞ് ഈ ഒരു തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള പോലീസിനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ചർച്ച നടന്നപ്പോൾ ശൂന്യാകാശത്തെ പോലും കീഴടക്കിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്നപ്പോൾ ഇവിടെ അതിഥികളായിട്ട് നിന്ന ആരോ പറഞ്ഞു കുറുപ്പ് 7 ലക്ഷം രൂപയ്ക്ക് വേണ്ടി, അതായത് ഒരു ചാക്കോയെ വധിച്ചിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനത്വം അത് നേടാൻ വേണ്ടി അദ്ദേഹത്തിന് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ലോകത്തെവിടെയോ ലോകസത്യം പറഞ്ഞത് ആൽബിയ ബ്രദർ മാത്യു ആൽബിൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഈ ലോകത്ത് മറ്റുള്ള അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഈ ചാക്കോ അങ്ങേർക്കൊരു മൃതദേഹം വേറെ ആവശ്യമുണ്ടെന്നാണ് അല്ല, മൃതദേഹത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങേർക്കൊരു വെൽ സെറ്റപ്പ്, അതിവിടെ ഈ ലൈനിൽ ആരോ പറഞ്ഞു വെൽ സെറ്റപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ
എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല? എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. കൊട്ടേഷനൊക്കെ കൊടുത്ത് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ആലപ്പുഴയിലോ കേരളത്തിലോ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പൂർണ്ണ ഉറപ്പാണ്. പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു. അപ്പൊ സുകുമാരക്കുറുപ്പിനെ ഇപ്പം എന്തോ ഭാഗ്യം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല, ഓരോ സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ആ സ്വാധീനക്കാരെ കണ്ടുപിടിക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള. ഇവർക്കൊക്കെ അറിയാം സ്വാധീനക്കാരാരെന്ന്, അത് കണ്ടുപിടിക്കാവുന്നില്ല. അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നല്ലേ അത് നമുക്ക് നോക്കാം. നമുക്ക് ഇനി എന്തായാലും നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയില്ലേ, നമുക്ക് കുളിച്ചു കയറണം. സർ, ഒരാള് ജീവിച്ചിരിക്കുന്നതിനും മരിച്ചതിനും തെളിവ് വേണം. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ക്ലിയർ എവിഡൻസ് ഇല്ല. അതില്ലാണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ചാക്കോട് കുടുംബത്തിന് ഒരു ഹോപ്പ് കൊടുക്കുന്നതിന് തുല്യമല്ലേ? മോളെ അതെന്താ ഇത്രയും കാലം കഴിഞ്ഞ് ഞാനതാണ് ഈ രാമേന്ദ്രൻ നായർ പോലീസുകാരൻ്റെ കാര്യം പറഞ്ഞ്. ശരിക്കും ആ വർഗീസ് എന്ന് പറഞ്ഞ നക്സലൈറ്റിനെ കൊലപ്പെടുത്തിയതിന് സത്യത്തിൽ കാര്യമായ സംഭവമൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു പോലീസുകാരൻ പത്തനാപുരത്തുള്ള കമുകഞ്ചേരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു പോലീസുകാരന് കിടന്ന് തുറക്കം വരുന്നില്ല. കാര്യം അങ്ങേരാണ് ഈ വർഗീസിനെ വെടിവെച്ച് കൊന്നത്. അവസാനം അങ്ങേര് പറഞ്ഞു, എനിക്ക് കഴിവരം കിട്ടിയാലും മോശമില്ല, ഞാനാണ് അങ്ങേരെ വെടിവെച്ച് കൊന്നത്. ആരും പ്രേരിപ്പിച്ചിട്ടല്ല. അപ്പൊ അങ്ങനെ അതോടെ ഒരു കേസിന്റെ തുമ്പ് കിട്ടി. അതിനകത്ത് പ്രതിയായിട്ട് ഒരാൾ ജയിലിൽ കിടക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നതെന്നുണ്ടെങ്കിൽ സുക്കുറിപ്പിനെ രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. ഇവരാരും രക്ഷപ്പെടത്തില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ആൾവിന് രക്ഷപ്പെടത്തില്ല, ഇദ്ദേഹം രക്ഷപ്പെടത്തില്ല. ഇല്ല, ഞാൻ അനുഭവിച്ച ആളാണ്. അല്ല, കുറിപ്പിന്റെ സ്വാധീനം വെച്ച് രക്ഷപ്പെടാൻ പറ്റുമല്ലോ ഞാൻ ചോദിക്കുന്നത്. അല്ല, രക്ഷപ്പെടാൻ പറ്റും. ഈ കഴിഞ്ഞ 5 വർഷം എന്നെ വേട്ടയാട് കംപ്ലീറ്റ് കള്ള കേസായിരുന്നു, ഫാബ്രിക്കേറ്റ് കേസ്. എന്നിട്ട് എന്നെ ജയിലിൽ അടച്ചില്ലേ. അവസാനം ഹൈക്കോടതി പറഞ്ഞത് എനിക്കെതിരെ യാതൊരു തെളിവില്ല എന്നാണ്. ആർക്കെതിരെ വേണമെങ്കിൽ കള്ളക്കേസ് എടുക്കാൻ. അല്ല, രക്ഷപ്പെടാതെന്നാൽ അങ്ങനെയല്ല, ഞാൻ ജയിലിൽ പോയില്ല 14 ദിവസം. പക്ഷെ ഹൈക്കോടതി ജാമ്യം തരുമ്പോൾ പറഞ്ഞത് എന്താ, എനിക്കെതിരെ യാതൊരു തെളിവില്ല, ഫാബ്രിക്കേറ്റ് കേസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ 44 ദിവസം ഞാൻ ജയിലിൽ കിടന്നില്ലേ. ഇപ്പൊ ഞാൻ ആ കേസുകളെല്ലാം ഹൈക്കോടതി കോഷ്യം കൊടുത്തിട്ടുണ്ട്, എനിക്ക് അനുകൂലമാണ് ഇതുവരെയുള്ള എല്ലാം. പക്ഷേ ഞാൻ 44 ദിവസം ജയിൽ കിടന്നു. അതെ, അപ്പൊ കള്ളക്കേസ് എടുക്കാനും ഉള്ളവരെ രക്ഷപ്പെടുത്താനും പോലീസ് വിചാരിച്ചാൽ കഴിയും, മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിൽ. അതെ, ഏത് കാലത്തും നടക്കും. ഇന്നത്തെ കാലത്ത് എന്തായാലും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കാര്യം, ഭാസ്കര പിള്ളയുടെ കൂടെ കൊന്ന മറ്റൊരാൾ കൂടി ഉണ്ട്, നോർത്ത് മറ്റേ വശത്ത് മുറുക്കിയത് ഷാഹു. അദ്ദേഹം ഇപ്പോഴും പാവർട്ടി തൃശ്ശൂരിൽ ജീവിച്ചിരിപ്പുണ്ട്. ശരിക്കും കേസിലെ മാപ്പസാക്ഷി അദ്ദേഹമാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് കൊന്നത്. ചാക്കോന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഗവൺമെന്റ് സഹായമോ അവരെ രാഷ്ട്രീയക്കാർ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ആരും സഹായിച്ചിട്ടില്ല. അവർ വളരെ ചെറിയൊരു വീട്ടിൽ ആണ് ജീവിക്കുന്നത്. അവരുടെ ബന്ധുക്കൾ അടുത്തുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ശരിക്കും ഭയമുണ്ട്. അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. നേഴ്സായിരുന്നു. എന്റെ അറിവില് ചാക്കോന്റെ ഭാര്യന് ഒരു അക്കാലത്ത് തന്നെ ജോലി കൊടുത്തുള്ളതാണ് എന്റെ അറിവ്. ഇനി ഭാര്യയ്ക്കാണോ ഇനി രണ്ടാമത് മകൻ പിന്നെ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ ഒരു ജോലിയും കൊടുത്തുള്ളൂ, പഠിച്ച് ജോലി നേടിയതാണ് അവര്. ഇത്രയും വർഷം ആയില്ലേ, ഇപ്പൊ ഇയാളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഏതൊക്കെ വകുപ്പുകൾ അയാൾക്കെതിരെ ചുമത്താൻ പറ്റും? ഒന്നാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ട്രയൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ട്രയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ 84-ലത്തെ എവിഡൻസും കാര്യങ്ങളൊക്കെ വീണ്ടും ഓരോന്ന് എടുത്തെടുത്ത് നോക്കേണ്ടി വരും. മർഡർ തന്നെ, മർഡറിന്റെ അതേ സെക്ഷൻസ് കിട്ടും. മർഡർ എല്ലാം കമ്മിറ്റ് ചെയ്തേക്കണേ. അപ്പൊ മർഡറിന്റെ അതേ കാര്യം തന്നെ നടക്കുക. മാത്രമല്ല ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല, ഇട്ട വകുപ്പെല്ലാം അവിടെ കിടപ്പുണ്ട്. അല്ല, അയാളെ കിട്ടിയാലും പ്രതിസ്ഥാനത്തേക്ക് വീണ്ടും ആളുകൾ വരും, പുതിയ ആൾക്കാർ വരും. ഇത്രയും കാലം അയാളെ സംരക്ഷിച്ച എവിടൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. തുടക്കം പോലുള്ള ആളുകളിലേക്കൊക്കെ വീണ്ടും അന്വേഷിക്കാൻ വേണം. അപ്പൊ ഈ അന്വേഷിച്ചു തുടങ്ങിയ വേറെ പ്രതികൾ ചേരും ഇതിനകത്തല്ലേ? ചേരും. സാർ, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ എല്ലാരും കുറിപ്പ് ഗൾഫിന് ഇന്ത്യക്ക് വരണ്ട്, തിരിച്ച് ഇന്ത്യനും ഗൾഫിലേക്കും പോണ്ട്. അപ്പൊ ആ ഒരു ഡ്യൂറിംഗ് പ്രോസസ്സിൽ നമുക്കൊരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ വിസ വെരിഫിക്കേഷൻ ഉണ്ടാവല്ലോ. സോ അത് ത്രൂ എങ്ങനെയാണ്, ലൈക്ക് ഇപ്പൊ ആൾക്ക് വരണമെങ്കിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ അത് പറ്റില്ലേക്ക് പോലീസിനെ പറ്റുമോ ഇല്ലയോ, ലൈക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. അപ്പൊ ആ പ്രോസസ് എന്താ? ഇപ്പൊ 2017 ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വന്നു എന്ന് ഇങ്ങനെ കേട്ടത്. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയാൽ അത് പറ്റുമോ? നമുക്ക് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ അന്വേഷിച്ചു പോയാലോ, അതൊക്കെ ഒരു തെളിവ് തന്നെയാണ്. പോയാൽ എല്ലാം കണ്ടെത്താം. സംഭവം ചോദിച്ചത് കറക്റ്റ് ആണ്. പക്ഷെ കുറിപ്പ് വന്നത് നേപ്പാൾ വഴിയാണ്. കുറിപ്പ് അങ്ങനെയല്ല വരുന്നത്. തമാശ പറഞ്ഞല്ല, കുറിപ്പ് വന്നത് ഫ്ലൈറ്റിൽ തന്നെയാണ്. കുറിപ്പ് നേപ്പാളിൽ ഇറങ്ങിയിട്ട് നേപ്പാൾ വഴിയാണ് വരുന്നത്, ഇന്ത്യയിലോട്ട് വന്നത്. ഈ നേപ്പാൾ വഴി തന്നെയാണ് കുറിപ്പ് പോണത്. ഇതൊക്കെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ കുറിപ്പിനൊരു പാസ്പോർട്ട് ഒപ്പിക്കാനൊന്നും അത്രയും വലിയൊരു വിഷയമല്ല. കുറിപ്പ് മാറിയില്ല. ഇനിയിപ്പോ വല്ല അബ്ദുള്ള എന്നൊക്കെ പേര് പറയാൻ പറ്റും. കുറിപ്പ് എന്നുള്ള പേരേ ഇല്ല, സുകുമാര പിള്ളയായിരുന്നു. അതായത് ഈ ഇന്ത്യൻ എയർഫോഴ്സിൽ മരിച്ചു എന്ന് സ്ഥാപിച്ചതിന് ശേഷം സുകുമാരക്കുറിപ്പ് സുകുമാര പിള്ളയായി.
അങ്ങനെ മക്കളുടെ പേരിന്റെ സർനെയിം ഇപ്പൊ പിള്ളയാണ്. അപ്പൊ ഇദ്ദേഹം എന്തായാലും നേപ്പാൾ വഴി തന്നെ ആയിരിക്കും ഇപ്പോഴും വരുന്നതെന്ന് ഞാനും കരുതുന്നു. കാരണം ഈ പറയുന്ന പോലെ ഡിറ്റക്ഷൻ ഒഴിവാക്കാൻ മാത്രമല്ല ഇദ്ദേഹത്തിന് എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇദ്ദേഹത്തിന് ബന്ധുക്കളുണ്ട്. അത് അദ്ദേഹം കണ്ടുപിടിക്കും. ഈ നേപ്പാൾ വഴി വരുമ്പോഴായിരിക്കും കാശിക്ക് പോകുന്നത്. 1900 കാശി പോയിട്ട് കറങ്ങി അടിച്ച് പിന്നെയും പോകും. പാസ്പോർട്ട് 46 സ്കൂൾ രേഖ 48 ഇദ്ദേഹം ഉണ്ടാക്കിയ പാസ്പോർട്ടിൽ 2 വർഷം ഇദ്ദേഹം മറ്റേ പ്രായം കുറച്ചു. ഇപ്പൊ സാറേ ഇപ്പൊ കുറിപ്പിന്റെ ഇരിക്കുന്നത് കള്ള പാസ്പോർട്ടാ. കള്ള പാസ്പോർട്ടാണ് ഉണ്ടാക്കിയത് 46-ലെ. 3 പാസ്പോർട്ട് ഉള്ളതായിട്ട് നമുക്ക് അറിയുന്നു. 3 പാസ്പോർട്ട് 3 പാസ്പോർട്ട് അതൊന്നും ഒരു കുറവില്ല അല്ലേ? ഒരു പാസ്പോർട്ട് എല്ലാവർക്കും കാലത്ത് അങ്ങനെയാണ്. 3 പാസ്പോർട്ടൊക്കെ ഉള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാലങ്ങളിലൊക്കെ പിടികൂടുമ്പോ അതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാലേ കേസുള്ളൂ. സർ, ഞാൻ മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളിപ്പോ പറഞ്ഞല്ലോ അഫക്റ്റഡ് ഫാമിലി, അദ്ദേഹത്തിന്റെ ഫാമിലി ഇന്ന് ദുഃഖത്തോടെ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ പാരലലി ശരിക്കും പറഞ്ഞ ഇതിന് ഒരു വള്ളി പുള്ളി തെറ്റാതെ നമ്മൾ ഓരോരുത്തരും പറയുന്നതിന് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കില്ലേ? സ്വാഭാവികമായി ഈ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന അവരായിരിക്കും. യെസ്, അവർക്കാണ് അറിയേണ്ടത് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ സാറ് പറയുന്നില്ലേ, ഞാൻ മന്ത്രിക്ക് അയച്ചു കൊടുക്കും, മന്ത്രി ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ പൊതുജനം ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വിട്ട് കിട്ടാവുന്ന ഒരു പോയിന്റ്, യെസ്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വിട്ട് കിട്ടാവുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ പോലും അവർക്കത് വാലിഡ് ആണ്. അവരതനുസരിച്ച് അടുത്ത മൂവ് ചെയ്യും. ഞാനും ഈ പറയുന്ന പോലെ ഇദ്ദേഹം മരിച്ചു എന്ന് വിശ്വസിക്കാനുള്ള പോസിബിലിറ്റി ഇച്ചിരി കുറവാ. നമ്മൾ ഒന്ന് സൈക്കോളജിക്കലി ചിന്തിച്ചാൽ പോലും ആ ഫാമിലിയുടെ ബിഹേവിയർ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അത് അദ്ദേഹം പറഞ്ഞ കുറച്ച് പോയിന്റ്സ് തന്നെ നമുക്ക് മനസ്സിലാവും. സോ ദ പോസിബിലിറ്റി ഈസ് ഗോയിങ് ടു ബി അലൈവ് സംവെയർ. തീർച്ചയായിട്ടും അയാളുടെ ഫാമിലി അയാൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? അല്ലല്ല, ഞാൻ താങ്കളോട് ചോദിക്കുന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെന്തായാലും ഈ സംവാദം മുഴുവനായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് അയച്ചു കൊടുക്കും എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു നേരായ അന്വേഷണം, സത്യസന്ധമായ ഒരു എൻക്വയറി, പ്രോപ്പർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടും. അപ്പൊ അതിലെന്തെങ്കിലും അങ്ങേക്ക് അവസാനമായിട്ട് പറയാനുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അന്വേഷണം വരുവാണെങ്കിൽ പൂർണ്ണമായും സഹകരിക്കുമല്ലോ. 100% സഹകരിക്കും. 100% സഹകരിക്കും. എന്റെ കൈവശമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കും. ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ആ മറുപടി പറയണ്ട. ആ മറുപടി ഞാൻ പറഞ്ഞത് ഈ സാറ് തന്നെ അന്വേഷിക്കട്ടെ കേസ്. അല്ലല്ല, ഞാൻ അതിനൊക്കെ നിയമപരമായ പ്രശ്നമാണ്. ഒരു മനുഷ്യൻ റിട്ടയർ ചെയ്ത് ഒരു പോയിന്റ് കൂടി എന്ന് പറഞ്ഞോട്ടെ, ഒരു പോയിന്റ് കൂടി. ഒരുപക്ഷെ അദ്ദേഹം ഈ കേസ് അന്വേഷണത്തിന് പോകുമ്പോ നമുക്ക് നുണപരിശോധനയ്ക്കല്ലേ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുള്ളൂ. ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യാട്ടോ. ഒരു കാര്യം കൂടെ, പോലീസ് എങ്ങനെ ചലിക്കുന്നു, പോലീസിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എല്ലാം അറിയാവുന്ന ഫാമിലി തന്നെ കുറുപ്പിന്റെ ഫാമിലി. പോലീസിന് സഹായമുള്ള ആളാണ്. ഉന്നത പോലീസുകാരുടെ സഹായം ഇപ്പോഴുമുള്ള ഫാമിലിയാണ്. ഗുണ്ടകളുടെ പിന്തുണയുണ്ട്, ഇന്റർനാഷണൽ ബന്ധമുണ്ട്. അദ്ദേഹം ഇന്റർനാഷണലായി ക്രിമിനൽ ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് ആവശ്യത്തിലധികം ഫണ്ട് പല രൂപ ഇതേപോലെ ക്രിമിനൽ പ്രവർത്തനത്തോടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ സസുഖം ജീവിക്കാണ് ഇപ്പോഴും, ഒരു പ്രശ്നമില്ല. സാറിനൊക്കെ അറിയാം, ഒരു ബെന്മണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന കള്ളനുണ്ടായിരുന്നു. അദ്ദേഹം 100 പവനിൽ കൂടുതൽ ഉള്ള മോഷണം നടത്തത്തുള്ളൂ. ക്വാളിഫൈഡ് കള്ളനാ. ക്വാളിഫൈഡ് കള്ളൻ. അദ്ദേഹം വരുന്നത് നല്ല ജൂബായും പൈജാമയും ഇട്ട്, രുദ്രാക്ഷത്തിന്റെ മാലയും ഇട്ട്, ഒരു ബാഗും പിടിച്ച്, ഒരു ഗിത്താറും കയ്യിൽ വെച്ചുകൊണ്ടാണ് പുള്ളി പോകുന്നത്. റോഡ് സൈഡിൽ കിടക്കുന്ന പോലീസ് ഓഫീസറെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യും, പോലീസ് ഓഫീസറും വിഷ് ചെയ്യും. എന്നുവെച്ചാൽ പോലീസിനെ എങ്ങനെ കബളിപ്പിക്കാം എന്നറിയാവുന്ന വിദഗ്ധരായ കുറ്റവാളികളുമുണ്ട്. എന്ന് പറഞ്ഞാൽ പോലീസ് എങ്ങോട്ടൊക്കെ ചലിക്കും, എങ്ങനെയൊക്കെയാണ് എന്ന് ചില പോലീസ് എല്ലാം ഇദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആണ്. പെർഫെക്ഷൻ ഈസ് നോട്ട് ടു ബി എക്സ്പെക്ടഡ് ഫ്രം മാൻ, അല്ലേ? എല്ലാവരിൽ നിന്നും പൂർണ്ണതയെ പ്രതീക്ഷിക്കേണ്ട. ചില ന്യൂനതകളൊക്കെ ഉള്ളവരുണ്ട്. ആ ന്യൂനതകളെ ഇവരൊക്കെ പ്രയോജനപ്പെടുത്തുന്നു തന്നെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡിജിറ്റൽ ലോകത്ത് ഇന്നിപ്പോ അയാൾ ഒളിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ അയാളുടെ കുടുംബത്തിന് കിട്ടിയാലും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അയാളെ കണ്ടെത്താൻ സാധിക്കും. അയാള് എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടെ കണ്ടെത്താൻ സാധിക്കും. റംസീൻ ഇസ്മായില് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് സുകുമാരക്കുറുപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചെലവാകുന്ന പൈസ മുഴുവൻ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിക്കോളാം. അത് കെട്ടിവെച്ചിട്ട് എന്നിട്ട് പോലീസുകാരെല്ലാം പുള്ളിയെ കളിയാക്കി ചെയ്ത്. എന്തായാലും ഈ സംവാദം മുഴുവൻ പ്രേക്ഷകരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
എനിക്ക് സംസ്ഥാന ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, അങ്ങ് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്ന് വലിയ വിജയമായി. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ അതിൻ്റെ കൊടുങ്കാറ്റിലാണ് ഇപ്പം കേരളം. ഒരുപാട് മയക്കുമരുന്ന് ലോബികൾ രംഗം വിടാൻ ഇത് പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവർക്ക് അക്ഷരാർത്ഥത്തിൽ കേരള പോലീസും നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നടുക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നേര്. ഇനിയൊരു നടുക്കം നമ്മുടെ ആളുകൾക്ക് ഉണ്ടാക്കേണ്ടത് ഈ നമ്മുടെ ഇത്രയും കാലമായി കാണാതിരിക്കുന്ന ഒളിവിലിരിക്കുന്ന സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തണം എന്നുള്ളത് ഈ ചാക്കോയുടെ കുടുംബത്തിന് നീതി കൊടുക്കണം എന്നതുകൊണ്ട് മാത്രമല്ല, എത്ര കാലം കഴിഞ്ഞാലും കേരള പോലീസിൻ്റെ നെറുകയിൽ ഇതൊരു വൃത്തികെട്ട പാടായി കിടക്കും. ഈ സുകുമാരക്കുറുപ്പ് നടത്തിയ ഈ കൊലപാതകത്തിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല, കുറുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ കുറുപ്പ് വിസ്മൃതിയിലേക്ക് മറയും. അന്ന് ഈ പാപഭാരം നമുക്ക് ആരുടെയും തലയിൽ കെട്ടിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമയം തന്നെ ഇത്രയും ഡിജിറ്റൽ സാങ്കേതിക സാധ്യതയുള്ള ഈ കാലത്ത് അങ്ങ് വ്യക്തിപരമായ താല്പര്യമെടുത്ത് വളരെ യോഗ്യനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചുമതലയിൽ ഈ കേസ് അന്വേഷിക്കണം. സുകുമാരക്കുറുപ്പ് എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തണം. മറ്റൊരു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ.